Hi everyone. Welcome to this next session of iPTS. This session will be dealing with current affairs. Okay. Here this will be the first session with respect to the current affairs strategy sessions. We will be having alternate sessions from the month of December. Here what we are trying to do is to have an overview of how to plan your current affairs. What exactly do we understand from current affairs when it comes from the UPSC perspective, and how to apply the same while we are dealing with the IPTS and the theory of prelims. Okay. So ഈ ഓവർവ്യൂ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. അതിൽ നമ്മൾ PYQs ഇൻ്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് എത്താം. സോ ആ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഫസ്റ്റത്തെ സെഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടന്റിലല്ലായിരിക്കും നമ്മുടെ ഫോക്കസ്. വിൽ ബി ഫോക്കസിങ് ഓൺ അവർ അപ്രോച്ച്. സോ ഹൗ ടു അപ്രോച്ച് the different things is what we are going to deal. The major thing when it comes to current affairs is that we do not have one proper source. Static portions പോലെ നോക്കുമ്പോൾ ഇന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത് ക്ലിയർ കട്ടായിട്ട് കിട്ടും എന്ന സംഭവമില്ല. റാൻഡം ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്, എവിടുന്ന എങ്ങനെയാണ് വരണേ എന്നുള്ള സംഭവം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ there are certain trends, and when we understand these trends we will be in a much better situation to deal with it. അപ്പോൾ ഈ വക കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ദറ്റ് വി ഹാവ് ടു ഡീൽ ഇസ് what are or how many questions are normally coming from current affairs. So this pie chart is showing your 2023 paper. Okay. So ഇതിൽ നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് is around 15 questions. Okay, 15 out of 100. But however, this is purely current affairs. പക്ഷേ ഈ ബാക്കി എല്ലാ സബ്ജക്ട്സിനും, ഒരുവിധ എല്ലാ സബ്ജക്ട്സിനും കറണ്ട് അഫയേഴ്സ് ലിങ്കേജസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സയൻസ് ആൻഡ് ടെക്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടെ ബയോടെക്നോളജി പാർട്ടിന് വാക്സിൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ലിങ്കേജ് കാരണമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് എക്കോളജി. Sometimes even in art and culture also you find there are linkages with current affairs. Okay. For example, 2021 actually there was a question with respect to a temple called as Chausat Yogini temple. Okay. The reason that question was asked because of the new parliament that was being built. അപ്പോൾ പലതരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്തിട്ടാണ് വരുന്നത്. So we can say around 1 or 5 questions are there within the other subjects. അത് കാരണം തന്നെ കറണ്ട് അഫയേഴ്സ് മൊത്തം നോക്കുകയാണെങ്കിൽ we can say approximately there is a weightage of 20 questions. Now one thing you have to understand is that see ഈ 20 questions നമുക്ക് predict ചെയ്യാൻ പറ്റില്ല. That is given. But the thing is that we can maximize here, and there are a few questions that we can have a sure shot hit. So how to ensure that? That is what we will be trying to deal. Okay. Now moving on, let us try to understand how do we approach this. Okay. See, കറണ്ട് അഫയേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു പ്രശ്നമാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങും, ഇതെവിടുന്ന് അവസാനിക്കണം, ഇതെവിടുന്ന നമുക്ക് എടുക്കണ്ടേ, എവിടുന്നാണ് സോഴ്സസ് എടുക്കണ്ടേ, ഇതെങ്ങനെ എക്സാം ഹോൾ അപ്രോച്ച് ചെയ്യും. ഇതെല്ലാം കാരണം പലരുടെയും കിളി പോവും. ഇവിടെ സലീം കുമാറിനെ കാണുന്ന പോലെയാണ് പലരുടെയും അവസ്ഥ ആക്ച്വലി എക്സാമിൽ വരുമ്പോൾ. ദാറ്റ് ഈസ് ദർ. ബട്ട് വാട്ട് വിൽ ബി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺ ഹൗ ടു clarify such certain issues. One thing that most aspirants face is that the questions from current affairs are highly random. Okay. There is no boundaries that are there. You can get from anything. ചില സമയത്ത് സ്പോർട്സിന് ചോദിക്കുന്നുണ്ട്, ചില സമയത്ത് ഈ പറയുന്ന പോലെ ഏൻഷ്യൻറ്റ് ആർട്ട് ആൻഡ് കൾച്ചറിന് ചോദിക്കുന്നുണ്ട്.
അത് കൂടാതെ പല സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഓർ വാട്ട് ഈസ് നീഡഡ് ഓർ വാട്ട് ഈസ് നോട്ട് നീഡഡ്? ഓക്കെ, സോ അതാണ് ഒരു വലിയൊരു പ്രോബ്ലം. ദെൻ സെക്കൻഡ് ആസ്പെക്ട് ഇസ് കവറേജ്. കവറേജ് എന്ന് മുതൽ എന്ന് വരെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 5 വർഷം മുമ്പത്തെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ചോദിക്കുന്നുണ്ട്. ഈ പ്രിലിംസ് നടക്കുന്നതിന് 1-2 മാസം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ തുടങ്ങണം എന്നുള്ളൊരു ആസ്പെക്ട്. ഓക്കെ, സോ വൺ തിങ് ഇവിടെ പറയേണ്ട ഒരു കാര്യം ഇസ് ദാറ്റ് മിനിമം നമ്മുടെ ഒരു 1 year ബിഫോർ ദി പ്രിലിംസ് ഇസ് വാട്ട് എവറി സീരിയസ് ആസ്പിറൻറ്റ് ഷുഡ് ഗോ ഫോർ. അതായത് മെയ് 2023 മുതൽ നിങ്ങളുടെ കവറേജ് ഉണ്ടാവണം. ഓക്കെ, മെയ് ജൂൺ 2023 മുതലായിരിക്കണം നിങ്ങളുടെ കവറേജ് ഉണ്ടാവേണ്ടത്. സോ ദാറ്റ് ഷുഡ് ബി യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി IPTS sessions also or the current affairs questions also, you would see that the first one would be from the first 4 months of May to June, July and August, September. So ആദ്യത്തെ 4 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. പിന്നീട് നെക്സ്റ്റ് 4 മാസം അങ്ങനെ പോകുവാണ് ഇവിടുത്തെ IPTS. So the thing is that first you have to try to understand, you might have missed out certain months. Okay, so if you have missed out certain months, you can go for any compilations. Even if you have not covered the whole of these compilations, what you have to do is that you have to give the test, and then those areas which have not been covered, you can cover it from the IPTS test. So അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കവറേജ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. നൗ 1 year ആണ് നമ്മൾ ശരിക്കും എന്താണെങ്കിലും ഷുവർ ഷോർട്ടായിട്ട് നോക്കേണ്ടത്. ഇനി അതിന് മുമ്പ് ഉണ്ടാവേണ്ട പല കാര്യങ്ങൾ, അതായത് ഇഫ് യു ആർ സെയിങ് ഫ്രം ദി എക്സാം ഡേറ്റിനും -1.5 അല്ലെങ്കിൽ -2 years ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് ഇത്രയും ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ we may not be able to cover our static portions. So especially for the first timers, I would suggest that you only go for 1 year. Okay, do not go beyond that. That would be too much overload and with very less effectiveness. So 1 year എന്നുള്ള കവറേജ് ആണ് നിങ്ങൾ പോകേണ്ടത്. ഇനി നെക്സ്റ്റ് ആസ്പെക്ട് സോഴ്സസ്. എവിടെ നിന്നാണ് ഇത് പഠിക്കേണ്ടത്? ഓക്കെ, സി വളരെ ഇതിന് ശരിക്കും പറഞ്ഞ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ന്യൂസ് പേപ്പേഴ്സാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ദിവസവും ന്യൂസ് പേപ്പേഴ്സ് വായിക്കാൻ പറ്റുണ്ടാവില്ല. ന്യൂസിൽ വായിച്ച പല കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കില്ല. നമ്മളൊരു മനുഷ്യന്മാരാണ്. വി വിൽ ടെൻഡ് ടു ഫോർഗെറ്റ്. ദാറ്റ് ഇസ് നാച്ചുറൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് വെയർ യു ക്യാൻ ടേക്ക് ദി ഹെൽപ്പ് ഓഫ് സോഴ്സസ് ഓഫ് കാന ഓർ മന്ത്ലി കമ്പൈലേഷൻസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മിസ് ഔട്ടായ മന്തുകൾ അല്ലെങ്കിൽ നിങ്ങൾ മിസ് ഔട്ടായ വീക്കുകൾ ഇവിടുന്ന് കവർ ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ യുവർ റിവിഷൻ. സോ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സിൽ വന്നത് എന്ന് ഇതിലത്തെ ഇൻഡെക്സ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. സോ യു ക്യാൻ ഹാവ് എ ബ്രോഡ് ഐഡിയ ഓഫ് വാട്ട് ആൻഡ് ഓൾ യു ഹാവ് ടു സ്റ്റഡി. അണ്ടർസ്റ്റുഡ്? ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദറ്റ് ഈ പല കറണ്ട് അഫയേഴ്സ് മാഗസീൻസിലാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് ഈ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ആക്ച്വൽ എക്സാമിൽ അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നുണ്ടാവും ആ എക്സാം സമയത്ത്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, സോ വെൻ യു ആർ ഡൂയിങ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ടു റിമെമ്പർ തിങ്സ് മോർ ദാൻ ദി പ്ലെയിൻ ഇൻഫോർമേഷൻ. So try to do more questions from current affairs. The next aspect is revision. ഈ സ്റ്റാറ്റിക് പോർഷനിൽ റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും കണ്ടന്റ് വീണ്ടും വീണ്ടും പഠിക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടി എളുപ്പമാണ്. എസ്പെഷ്യലി ഇപ്പോൾ എക്കണോമി അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്കോ അല്ലെങ്കിൽ ജോഗ്രഫിയിലെല്ലാം കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് വെരി മച്ച് ഈസി ടു റിവൈസ്. പക്ഷെ കറണ്ട് അഫയേഴ്സിൽ അത്രയും എളുപ്പമല്ല. ബിക്കോസ് ഇവിടെ ഡൈനാമിക് ആണ് പോർഷൻ. പല സംഭവത്തിൽ നിന്ന് ചോദിക്കാം. നമ്മൾ പല കാര്യങ്ങളും സ്ട്രോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് അപ്പം മറന്നു പോകും.
സോ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ഐ വുഡ് സജസ്റ്റ് ഇസ് ദാറ്റ് യു ലിങ്ക് വിത്ത് സ്റ്റാറ്റിക്. റിവൈസ് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ലിങ്ക് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരു എൻ്റെ എൻവയൺമെൻറ്റിലെ നോട്ട് ഉണ്ട്, ഇത് ഞാൻ പഠിച്ചു. ഓക്കെ, സോ ക്ലൈമറ്റ് ചേഞ്ചായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ എന്തൊക്കെയാണ് ന്യൂസിൽ വന്നിരിക്കുന്നത് അതിവിടെ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് എഴുതുക. സോ കീപ്പ് ഓൺ ആഡിങ് ഹിയർ. സോ വൺ ഹോൾ പേജ് യു ക്യാൻ ഡിവൈഡ്, or 1/4 of the page you can leave, and there you can add the current affairs that are coming from either your newspapers or either your Kana material or from your iPTS. For example, climate change അല്ലെങ്കിൽ COP-നെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായി IPTS-ൽ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് നിങ്ങൾ എൻവയൺമെൻറ്റ് പഠിക്കേണ്ട ഒപ്പം തന്നെ ഇവിടെ ഇത് റിവൈസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി one idea how you can do it. The second aspect is, again, you can do more and more questions, because that will help to retain more. So once you study the whatever content is there in the news, then you try to do questions. That would actually help to retain that memory. So this is what is there with respect to revision. ഇനി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തൊരു പോയിൻ്റാണ് റിലേറ്റിംഗ് വിത്ത് ദ സ്റ്റാറ്റിക്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് പുതിയൊരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നേക്കാളും എളുപ്പം അതെപ്പോഴും സ്റ്റാറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂസിൽ ഇപ്പോൾ വരുന്നൊരു കാര്യമാണ് ആക്ച്വലി പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസ് ആയിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ പാർലമെൻറ്റിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി നോക്കിയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇനോഗ്രേഷൻ സമയത്ത് വന്നൊരു കോൺട്രവേഴ്സിയാണ് സെങ്കോളിൻ്റെ കോൺട്രവേഴ്സി. ഓക്കെ, അപ്പോൾ സെങ്കോളിൻ്റെ കോൺട്രവേഴ്സി ഈസ് ബേസിക്കലി റിലേറ്റിംഗ് ടു ദി ചോല അഡ്മിനിസ്ട്രേഷൻ, ചോല എംപയർ. അപ്പോൾ ചോല എംപയർ ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. സോ ദാറ്റ് ഈസ് ഹൗ യു ക്യാൻ റിലേറ്റ് മോർ ആൻഡ് മേക്ക് യുവർ സ്റ്റഡി മച്ച് മോർ ഇൻറ്റഗ്രേറ്റഡ്. Okay, so this is what you have to keep in mind while dealing with current affairs. We will be looking into the same through different questions also. Okay, so the thing that we are going to do in this session is that നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ PYQs കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് PYQs നോക്കുവാണ്. And from the PYQs, we will be trying to understand the context. Okay. കാരണം ഈ കോണ്ടെക്സ്റ്റ് കാരണമാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. When we try to understand the context, we will be trying to understand what is the examiner's mind. എന്തുകൊണ്ടാണ് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ചില ട്രെൻഡുകൾ മനസ്സിലാവും. When we try to understand the context, we can also understand what could be the possible areas of question making in the future. അങ്ങനെയാണ് നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഏരിയ കുറച്ചും കൂടി ലെസ് റാൻഡം, ലെസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് മോർ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത്. ഈ കോണ്ടെക്സ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സംഭവങ്ങളും ടേക്ക് അവേ ആയിട്ട് നമുക്ക് കിട്ടും. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വാട്ട് ദി കോണ്ടെക്സ്റ്റ് വാസ് ദർ ആൻഡ് ദെൻ വാട്ട് ദ takeaways are there from different questions. Okay, so the first subject we will be discussing is with respect to economy. Okay, economy ഈ പറയുന്ന പോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ അതുകൂടാതെ പലപ്പോഴും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരാറ്. നമ്മുടെ ബേസിക് ഫണ്ടമെന്റൽസ് വിൽ ബി ലിങ്ക്ഡ് ടു ദി കറണ്ട് അഫയേഴ്സ്. ഓക്കെ, സോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. 2023 ഒരു ചോദ്യമാണ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ പോസ്റ്റ് പാൻഡമിക് റീസെന്റ് പാസ്റ്റ്. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ലിങ്കേജ് ദാറ്റ് ഇസ് ദെയർ വിത്ത് ദി കണ്ടംപററി ഇവൻറ്റ്സ്. പോസ്റ്റ് പാൻഡമിക് സമയത്ത് മെനി സെൻട്രൽ ബാങ്ക്സ് വേൾഡ് വൈഡ് ഹാഡ് ക്യാരിഡ് ഔട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ്. ഓക്കെ,
സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്സ് ജനറലി അസ്യൂം ദാറ്റ് ദേ ഹാവ് ദി എബിലിറ്റി ടു കൗൺട്രാക്ട് ദ റൈസിംഗ് കൺസ്യൂമർ പ്രൈസസ് അഥവാ ഇൻഫ്ലേഷൻ വയ മോണിറ്ററി പോളിസി മീൻസ്. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനല്ല അവിടെ നോക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് വന്നേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുവിധം ആ കോവിഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോവിഡ് കുറഞ്ഞ സമയം മുതൽ ഒരുവിധം എല്ലാ ബാങ്കുകളും ഈ ഇൻഫ്ലേഷൻ കൺട്രോൾ മോഡിലായിരുന്നു. അത് RBI ആയിക്കോട്ടെ, ഫെഡറൽ ബാങ്ക്, US ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, ഒരുവിധം സെൻട്രൽ ബാങ്ക് എല്ലാം ഇതിനെ കുറിച്ചായിരുന്നു. ആൻഡ് ദർ വാസ് എ ഹ്യൂജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്ലേഷൻ. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ സ്റ്റോറി ഫ്രം 11th of May 2022 വേർ ഇന്ത്യ US സെൻട്രൽ ബാങ്ക്സ് എല്ലാം ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുകയാണ്. ദെൻ ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് ടു ദി RBI, സെൻട്രൽ ബാങ്ക്സ് ഡബിൾ ഡൗൺ ഇൻ ഫൈറ്റ് അഗൻസ്റ്റ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ. സോ ഇത് റെഗുലർലി ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ബാങ്കുകൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത് റെഗുലർലി ചോദിച്ചൊരു അല്ലെങ്കിൽ റെഗുലർലി ആർട്ടിക്കിൾസിൽ വന്നൊരു കാര്യമാണ്. ഇത് IPTS-ലും കഴിഞ്ഞ വർഷത്തെ IPTS-ൽ കവർ ചെയ്തൊരു ഏരിയയും കൂടിയാണ്. സെയിം സംഭവം തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ ഏരിയ. ഇത് റിപ്പീറ്റിംഗ് ആണ്. വി ക്യാൻ ആക്ച്വലി ലുക്ക് അറ്റ് ദ സെയിം വിത്ത് റെസ്പെക്ട് ടു അനദർ ഏരിയ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. വിത്ത് റെഫറൻസ് ടു സെൻട്രൽ ബാങ്ക് digital currencies, central bank digital currencies. Okay, it is possible to make the payments in a digital currency without using US dollar or SWIFT system. Pinna, a digital currency can be distributed with a condition programmed into it such as a time frame for spending it. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ്? സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇത് വരാനുള്ള കാരണം ലാസ്റ്റ് ഇയർ ബഡ്ജറ്റിൽ നമ്മൾ CBDCനെ കുറിച്ച് അനൗൺസ് ചെയ്തിരുന്നു. ഒരുപാട് ആർട്ടിക്കിൾസ് RBI എങ്ങനെയാണ് CBDCയിലേക്ക് പോകുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ ഒരു കാര്യം കണ്ടോ, സ്വിഫ്റ്റ് സിസ്റ്റം. ഈ സ്വിഫ്റ്റ് സിസ്റ്റം ഇതേപോലെ തന്നെ ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. കാരണം എന്താ? ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി റഷ്യ-യുക്രൈൻ വാർ. റഷ്യ-യുക്രൈൻ വാർ കാരണം Russia was made to be outside the SWIFT system, and because of that there was a huge number of articles on what the SWIFT system was and all, and the same thing became a question. Okay, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും രണ്ടിലും ഒരൊറ്റ തീമാണ് വരുന്നത്. ഓക്കെ, ഇന്റർനാഷണലി നടക്കുന്ന കാര്യങ്ങൾ ഇതിന് ക്വസ്റ്റ്യന് മേക്കിങ്ങിനെ ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സെൻട്രൽ ബാങ്കുകളും ഇൻഫ്ലേഷൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, ഇവിടെ എന്താണ് സ്വിഫ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിനെ കുറിച്ച് എല്ലാ രാജ്യങ്ങളും നോക്കുന്ന ഒരു സംഭവമാണിത്. സോ ഈ രണ്ട് കാര്യങ്ങളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുകയാണ്. Now, this was with respect to 2023. ഈ സെയിം സംഭവം തന്നെ നമുക്ക് 2022ലും കാണാൻ പറ്റും. എങ്ങനെയാണ്? വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഹിയർ? റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റ് ആൻഡ് റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആർ റിലേറ്റഡ് ടു ദി പ്രൊവിഷൻസ് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ്. രണ്ട് ടേംസ് ആണ് പറയുന്നത്, റാപ്പിഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി ആൻഡ് റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റ്. അത് ഏതായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഈ രണ്ട് ടേംസ് ഒരുവിധം ആൾക്കാർക്കും അറിയുണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് ന്യൂസിൽ എടുത്തു നിന്നൊരു കാര്യമാണ് ശ്രീലങ്കൻ എക്കണോമിക് ക്രൈസിസ്. ശ്രീലങ്കൻ എക്കണോമിക് ക്രൈസിസ് ആ സമയത്ത് ശ്രീലങ്കയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി IMFന്റെ റോൾ എന്താണ് എന്ന് പറഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ IMFന്റെ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു ഈ പറയുന്നത് രണ്ട് സംഭവങ്ങളും. അങ്ങനെ ഈ ന്യൂസ് അറിഞ്ഞ ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇത് എവിടുന്നാ വന്നേ, ഇതെങ്ങനെ വന്നു എന്ന് പകച്ചു നിന്ന് പോയേനെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. ഇവിടെ ടേക്ക് അവേ എന്താണ്? ശ്രീലങ്കൻ എക്കണോമിക് ക്രൈസിസ് വന്നു, അത് ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. പക്ഷെ ആ എക്കണോമിക് ക്രൈസിസിനെ കുറിച്ചല്ല ചോദിച്ചത്,
അല്ലെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചല്ല ചോദിച്ചത്. ആ സമയത്ത് IMF എന്തുപയോഗിച്ചു? സോ ദാറ്റ് ഈസ് എ വെരി ഫാക്ച്വൽ ഓർ ദാറ്റ് ഈസ് എ വെരി ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് ആസ്പെക്ട്. അപ്പോൾ പ്രിലിംസിൽ പല സമയത്തും what and all events are happening in the world, their objective aspect is being asked as a question. Okay, so again we find that there is a huge influence with respect to the question, the newspapers. Understood? Okay, then now എക്കോണമിയിൽ നമുക്ക് യൂഷ്വലി ഈ പറയുന്ന പോലെ പല കറണ്ട് ഇവൻസിനും ഇൻസ്പയർഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആൻഡ് ദേ ആർ ഈസി ടു ട്രാക്ക് ഇഫ് യു ഹാവ് എ ജനറൽ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ പക്ഷേ പലപ്പോഴും കുറച്ചും കൂടി സ്പെസിഫിക് ആവാറുണ്ട്. ചില ചെറിയ ഇവൻറ്റ്സ് പോലും ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക. See this question. Statement based question ആണ്. 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. In India, prisons are managed by state governments and their own rules and regulations for the day-to-day administration of prisons. Okay. അപ്പോൾ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പ്രിസൺസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആണോ നോക്കുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1-ൽ പറയുന്നത്. So basically it is basically asking, are prisons placed in the state list or the union list or in the concurrent list? Statement 2 എന്താണ് ചോദ്യം? In India, prisons are governed by the Prisons Act 1894, which expressly kept the subject of prisons in the control of provincial governments. So this is basically talking about the historical aspect with respect to prisons in which list. ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താണ്? അപ്പോൾ നോക്കുമ്പോൾ ആ സമയത്ത് ദിസ് വാസ് അറൗണ്ട് ഇൻ ഏപ്രിൽ. ഓക്കെ, ഈ മാർച്ച് ഏപ്രിൽ സമയത്ത് ഉണ്ടായ ഒരു ഇവൻ്റാണ്. ബീഹാറിൽ ആക്ച്വലി ദ ബീഹാർ ഗവൺമെൻറ് ട്വീക്സ് ദ ജയിൽ റൂൾസ്. ഓക്കെ, അവിടെ ജയിൽ റൂൾസിൽ പല മോഡിഫിക്കേഷൻസ് വരുത്തി, പല ഡൈല്യൂഷൻസ് വരുത്തി, സോ ആസ് ടു മേക്ക് വൺ ഓഫ് ദി പൊളിറ്റീഷ്യൻസ് ഫ്രീ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഉണ്ടായ ഒരു സംഭവമാണ് അല്ലേ. ഇതെങ്ങനെയാണ് ഇതെല്ലാം നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരില്ലേ? ഇത് ഓരോ സ്റ്റേറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. സോ എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ആസ്പെക്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് പെർട്ടിക്കുലർ മർഡർ വാസ് റിലേറ്റഡ് ടു ആൻ IAS ഓഫീസർ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്, വെൻ ദിസ് പെർട്ടിക്കുലർ റൂൾസ് വെർ ട്വീക്ഡ്, the IAS association had filed a complaint. Many of the former civil servants had complained about this. So അതാണ് ഇവിടുത്തെ ഇൻസ്പിറേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുവിധം കാര്യങ്ങൾ വരുമ്പോൾ, ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങൾ വരുമ്പോൾ, there is always a chance of question making. You should always keep in mind to focus on controversial aspects when it comes to polity and ഗവേണൻസ്. പക്ഷേ വീണ്ടും ആ കോൺട്രവേഴ്സിനെ കുറിച്ചല്ല ചോദ്യം. ഇവിടെ ഇതാണ് ഇതിന് ഇൻസ്പിറേഷൻ. പക്ഷെ ചോദ്യം എന്താണ്? പ്രിസൺസിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പം അത് കാരണം തന്നെ ഇപ്പം ന്യൂസിൽ ഈ ഒരു സംഭവം പഠിച്ച് അല്ലെങ്കിൽ സംഭവം വായിച്ച ഏതൊരാൾക്കും അറിയാം, ബീഹാർ ഗവൺമെൻറ് ഇസ് ചേഞ്ചിങ് ദ റൂൾസ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? പ്രിസൺസ് നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. Okay, so it is as simple as that. Just you have to understand what is the core aspect in any political controversy. Okay, വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. But always keep a keen eye on controversies that are happening. Next, if you look at it similarly, ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. This is one of the second takeaway apart from the controversial aspect that is there. ഈ പ്രിസൺസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂഷ്വലി ലക്ഷ്മികാന്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയും അങ്ങനെ വായിക്കാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട, ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ട?
ദി ആൻസർ ഇസ് PYQ. ഓക്കെ, 2021 2 വർഷം മുമ്പ് പ്രിസൻസിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. There was a question with respect to a prisons. See the second statement here. State government have their own prisoners release and on parole rules. Okay, അതേ സെയിം സംഭവം തന്നെയല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? Okay, similar aspects. So you can see that there is a repeating of themes in alternate years. So current affairs questions നമ്മൾ സാധാരണ പറയും അതിപ്പോൾ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ, പിന്നെ എന്തിനാ പഠിക്കണേ. പക്ഷേ തീമുകൾ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ 21 പ്രിസൻസിനെ കുറിച്ച് ചോദിച്ചെങ്കിൽ പിന്നീട് അത് പല വർഷങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം പ്രിസൻസിനെ കുറിച്ച് ന്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇതേപോലെ തന്നെ വേറൊരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സി സ്പോർട്സ് 2021 സ്പോർട്സിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരുടെയും കിളിപ്പോയി. 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സ്പോർട്സിനെ കുറിച്ച്, എല്ലാം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം എന്താണ്, അന്ന് ഒളിമ്പിക്സ് ഉണ്ടായി, അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യ ആദ്യം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ടെസ്റ്റിൻ്റെ ഒരു ICC ഇവൻ്റ് ഉണ്ടായിരുന്നത്. സോ ഇത് രണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷവും അതേപോലെ സ്പോർട്സിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ദർ ഇസ് അഗെയിൻ ആൻ ആസ്പെക്ട് ഓഫ് ഓൾട്ടർനേറ്റ് ഇയർ റിപ്പീറ്റിംഗ്. നൗ ഇപ്പോൾ ഇപ്രാവശ്യം ഓൾട്ടർനേറ്റ് ആയിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ഓൾട്ടർനേറ്റ് എന്ന സംഭവം ഉണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ സെയിം തീംസ് തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പോർട്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് എ റിപ്പീറ്റിംഗ് തീം ദാറ്റ് ഇസ് ദർ ഹിയർ. ഫോർ എക്സാമ്പിൾ ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചോദിക്കാനുള്ള കാരണം ബിക്കോസ് ഇന്ത്യ വാസ് എ പാർട്ട് ഓഫ് ദി ഫസ്റ്റ് ഇവൻറ്റ് ഓഫ് ദി ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ഈസ് ഹോൾഡിംഗ് ദി ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഇന്ത്യ ഈസ് ഹോസ്റ്റിംഗ് ദി ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. സോ ഹൂ ആർ ദി ഫൈനലിസ്റ്റ്, വേർ ഇസ് ദ ഫൈനൽ ടേക്കിംഗ് പ്ലേസ്, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, so certain factual information, there's a chance that this could be a question making with respect to this year's prelims. So 2023 നോക്കുകയാണെങ്കിൽ there was the question on chess olympiad. Okay, chess olympiad. The reason why this was there was because India hosted the chess olympiad for the first time. Okay, അപ്പോൾ ഇവിടെയും അതേപോലെ ഇറ്റ് ഇസ് ഫോർ ദി ഫസ്റ്റ് ടൈം ദറ്റ് ഇന്ത്യ അലോൺ ഇസ് ഹോസ്റ്റിംഗ് ദി ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഇപ്പോൾ ഈ രണ്ട് തീമിൽ ആക്ച്വലി പ്രാവശ്യം ക്രിക്കറ്റ് വേൾഡ് കപ്പിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സിനെ കുറിച്ചും ഒരു ചോദ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യ ഹാസ് പബ്ലിക്ലി അനൗൺസ്ഡ് ദാറ്റ് ഇന്ത്യ വിൽ ബി bidding for the 2036 Olympics to be held in India. Also, cricket is now included in the Los Angeles Olympics. So, Summer Olympics-ne കുറിച്ച് ചിലപ്പോൾ ചോദ്യം വരാം. സോ ഇങ്ങനെ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന സ്പോർട്ടിംഗ് ഇവൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്യുക. വാരി വലിച്ച സ്പോർട്സ് ഒന്നും പഠിക്കാണ്ട് ആവശ്യമില്ല. ബട്ട് അഗെയിൻ ബിക്കോസ് ദിസ് ഇസ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി റിപ്പീറ്റേഷൻ ഓഫ് PYQs. Okay. So this is our second takeaway. Coming back to the aspect of polity and governance. Polity and governance വേറൊരു ചോദ്യമാണ്. 2021 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2021 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഈ ക്വസ്റ്റ്യനിൽ പല സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇതെല്ലാം എന്തിനെ കുറിച്ചാണ് പറയണത് അറിയോ? ഇറ്റ് ഈസ് അബൌട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നമ്മുടെ സ്റ്റാറ്റിക്കിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പൊളിറ്റിയിൽ. പക്ഷേ ഇവിടെ ദ തിങ്സ് വൈ ഐ എം പുട്ടിങ് ദിസ് ആസ് എ കറണ്ട് അഫയേഴ്സ് ഇസ് ബിക്കോസ് ഹൗ യു ക്യാൻ പ്രിഡിക്റ്റ് സർട്ടൻ ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസ് ഫണ്ടമെന്റൽസ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ബട്ട് ദേ വുഡ് ബി ആസ്കിങ് ബിക്കോസ് ഓഫ് ദർ ഇസ് എ കറണ്ട് അഫയേഴ്സ്
relevance. 2020 സമയത്ത് there was a constant debate in the newspapers with respect to contempt of court. Why? Because of this man, Prashant Bhushan. Okay, Prashant Bhushan was actually fined for contempt of court for rupees 1. For rupees 1. Okay, അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഹൈലി പ്രെഡിക്റ്റഡ് ദാറ്റ് ഇയേഴ്സ് പ്രിലിംസ് ദർ വുഡ് ബി എ ക്വസ്റ്റൻ ഓഫ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഓക്കെ, സോ സിമിലർലി ന്യൂസ് പേപ്പറിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഫണ്ടമെന്റൽസ് മാത്രമേ ചോദിക്കുള്ളൂ, പക്ഷേ ആ സെയിം സംഭവം ചോദിക്കാം. എസ്പെഷ്യലി കോൺട്രവേഴ്സീസ്. ഇന്നിപ്പോൾ ഡീലിമിറ്റേഷനെ പറ്റി കോൺട്രവേഴ്സീസ് ഉണ്ട്, അല്ലെങ്കിൽ എലക്ഷൻസ്, ഈ 2024 ജനറൽ എലക്ഷൻസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം ക്വസ്റ്റ്യൻ മേക്കിംഗ് ആവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വീണ്ടും സിമിലർലി ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ കോൺട്രവേഴ്സി ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ്? ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അഗൈൻ ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ചൊന്നും നമ്മൾ അധികം ലക്ഷ്മികാന്തിലൊന്നും നോക്കാത്ത സംഭവമാണ്. പക്ഷേ ന്യൂസ് പേപ്പേഴ്സ് റെഗുലർലി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു സംഭവത്തിന് ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം ആ ലോക്സഭയിൽ അതുവരെ ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിൻറ്റ് ചെയ്തിരുന്നില്ല. ഇതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഹിന്ദുവിലും എല്ലാം ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. സീ ദിസ് ദ മിസ്സിംഗ് ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, സോ ഓൾ ദീസ് ആർ ഗിവൺ ഇൻ ഡിഫറെൻറ്റ് ന്യൂസ് പേപ്പേഴ്സ്. ആൻഡ് എസ്പെഷ്യലി ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എക്സ്പ്ലെയിൻഡ് പേജ്. കാരണം എക്സ്പ്ലെയിൻഡ് പേജ് ഇതിൻ്റെ എല്ലാം പല വശങ്ങളെക്കുറിച്ച്, പല ഡയമെൻഷനെ കുറിച്ച് അതിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരും. സോ ദ തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് certain recurring themes or recurring controversies and then take questions from that. Now, similarly 2023, അതായത് ദിസ് ഇയേഴ്സ് പ്രിലിംസിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻ ഒരൊറ്റ ഏരിയയിൽ നിന്ന് ചോദിച്ചു. എന്താണ്? പ്രസിഡന്റ് ഇലക്ഷന് ബേസ് ചെയ്ത് there were 2 questions. Okay, so yes, the questions were much more detailed, no doubt about that. But the thing is that because that year was an year of the presidential election, there was chance that presidential election could be asked. So similarly, going on the same lines, you could expect questions with respect to general elections also, or the Election Commission of India. Because Election Commission of India has been in the news because of the judiciary saying that there is a collegium requirement for appointment. So അങ്ങനത്തെ പല ആസ്പെക്ട്സും വരുന്നുണ്ട്. You can also expect questions with respect to a controversy that is there with respect to India versus Bharat. അല്ലേ? ഇന്ത്യ വേഴ്സസ് ഭാരത് എന്ന് പറയുന്ന കോൺട്രവേഴ്സി, ആ കോൺട്രവേഴ്സിനെ കുറിച്ച് ചോദിക്കില്ല, ശരിയാണ്. പക്ഷേ ഈ 2 നെയിംസിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ സൈഡ് ആയിരിക്കാം, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ ഇതിൻ്റെ ആർട്ടിക്കിൾ നമ്പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം. സോ ഇറ്റ് കുഡ് ബി വിത്ത് റെസ്പെക്ട് ടു ദി ലീഗൽ സൈഡ് ഓർ ദ ഹിസ്റ്റോറിക്കൽ സൈഡ്, ബട്ട് ജസ്റ്റ് ലുക്ക് ഔട്ട് ഫോർ ആർട്ടിക്കിൾസ് ഓൺ ദ സെയിം. ഓക്കെ, സോ ഇങ്ങനത്തെ ആസ്പെക്ട്സ് എല്ലാം കുറച്ച് ഫോക്കസ് ചെയ്താൽ യു ക്യാൻ പ്രിഡിക്ട് സർട്ടൺ ക്വസ്റ്റ്യൻസ് ഓർ സർട്ടൺ തീംസ് ഫ്രം ദി കറണ്ട് അഫയേഴ്സ്. All right. Now, after we look with respect to polity and governance, one of the important theme that is with respect to the prelims is government schemes. Okay, government schemes, especially those schemes which the government is promoting or the prime minister is promoting, are high. There is a high chance that these could be asked in your prelims examination. ഈ വർഷത്തെ prelims-ൽ there was 2 questions with respect to green hydrogen. 2 questions with respect to green hydrogen. Okay. The reason why green hydrogen was so much in news is because in the budget there was the National Green Hydrogen
mission. So there was many articles with respect to the green hydrogen. ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്ത ഒരു ആസ്പെക്റ്റ് ആണ് എന്താണ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഹൈഡ്രജൻ, അതിൻ്റെ റെലവൻസ് എന്താ. സോ ഇത് ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ തന്നെ അത് ചോദിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ 2 questions ഫ്രം ദ സെയിം തിങ്. സോ അതാണ് നമുക്ക് ചില തീംസിനെ കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗെറ്റ് ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറയില്ലേ, ആ സംഭവം നമുക്ക് കിട്ടും. ഈ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും ചില റെക്കറിങ് തീംസ് എടുത്ത് സ്പെസിഫിക് ആക്കി സെലക്റ്റീവ് ആക്കി പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി മോർ യൂസ്ഫുൾ ദാൻ സ്റ്റഡിങ് എ മെനി നമ്പർ ഓഫ് ടോപ്പിക്സ്. സോ ഇഫ് an aspirant who appeared in this year's paper, if they had actually looked into green hydrogen because of the National Green Hydrogen Mission and because of the presidential election, 4 ക്വസ്റ്റ്യൻ ആണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങളും ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചില റിപ്പീറ്റിംഗ് തീംസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ആ ഐഡൻറ്റിഫൈ ചെയ്ത തീംസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ന്യൂസ് നോക്കുമ്പോൾ ആ ന്യൂസ് മാത്രം വായിക്കല്ല ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പല ഡയമെൻഷൻസിലും ചിന്തിക്കണം. സോ ഇഫ് ദർ ഇസ് എ certain thing in the news, you have to go and surf the internet, you have to take certain information from the PIB and all, and that is how you collect more information and become exam ready. So okay, അതാണ് ഈ ഒരു ആസ്പെക്റ്റ്. Similarly, if this was the case of 2023, 2022 ഇതേപോലെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനെ കുറിച്ച് ചോദ്യം ഉണ്ടായി. വൈ? ബിക്കോസ് the previous year there was also huge amount of focus given to the Ayushman Bharat digital mission. See, 2021 26 സെപ്റ്റംബറിൽ അല്ലെങ്കിൽ 27 സെപ്റ്റംബറിലാണ് ഇത് ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് PIBയുടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇത് അതിന് മുമ്പത്തെ വർഷം ആയിരുന്നു ആക്ച്വലി പ്രൈം മിനിസ്റ്റർ ഇത് ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത് ഇൻഡിപെൻഡൻസ് ഡേയിൽ. സോ ആ ഒരു 1 year ആയിട്ട് ഈ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അഗെയിൻ അതിന് ചില പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. സോ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഓൾറെഡി മാറിയിരിക്കുകയാണ്. സോ ഈ സ്കീംസ് നമ്മൾ പഠിക്കുമ്പോൾ അഗെയിൻ പല ആസ്പിറൻസും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഒരുപാട് സ്കീംസ്, ചെറിയ ചെറിയ സ്കീംസ് വാരി വലിച്ച് പഠിക്കും. അതിന് പകരം ജസ്റ്റ് ensure that you focus on certain schemes only, those schemes which have been promoted largely by the government, and make sure that you have reduced the schemes to around 15. സോ ആ സ്കീമിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. അണ്ടർസ്റ്റുഡ്? നോ, this is one very important thing that I want to tell. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇൻ്റർനാഷണൽ റിലേഷൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം, ഐ വിൽ നോട്ട് സേ ഓൾ ഓഫ് ദം, ബട്ട് മോസ്റ്റ് ഓഫ് ദം ക്യാൻ ആക്ച്വലി ബി ഡെൽറ്റ് ഈസിലി if you read the questions or if you predict the questions properly. Okay, I will give you an example. Before going to 2023 paper, let us go to 2022 paper. Okay, ഇവിടെ എന്താണ് ചോദ്യം? Which of the above have borders with Afghanistan? അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നോക്കുകയാണ് വിചാരിക്കാം, അഫ്ഗാനിസ്ഥാൻ്റെ ഏത് കൺട്രീസ് ബോർഡർ. ഇതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഒരു 190 രാജ്യങ്ങളോളം ഉണ്ട്. ഈ 190 രാജ്യങ്ങളുടെ എല്ലാ ബോർഡറും നമ്മൾ പഠിച്ചു പോകണോ എന്നതാണ് ഒരു വളരെ ബേസിക് ആയിട്ട്, ഒരു നാരോ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവുക. നോ, ഓൺലി you have to understand only certain countries only. Why? ഇവിടെ അഫ്ഗാനിസ്ഥാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ബിക്കോസ് ഓഫ് ദി താലിബാൻ ഇഷ്യൂ. സോ ഏതൊക്കെ രാജ്യങ്ങളാണ് ന്യൂസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്നത്, ആ രാജ്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നോക്കേണ്ടി വരും.
ഇവിടെ ചോദിച്ചത് എന്താണ്? കൺട്രീസ് വിത്ത് ബോർഡേഴ്സ്. ബോർഡറിങ് ഒരു border countries is one theme that could be asked. Possibly next time they could be asking about certain rivers or seas around this. So ഈ 2-3 ജോഗ്രഫിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ നോക്കേണ്ടി വരും. ചില രാജ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, പക്ഷെ അവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഇത് 2022 2023 നോക്കുക. How many of the above mentioned countries share a land border with Ukraine? ഓക്കെ, എന്താ അവിടെ ചെയ്ത്? ആകെ ഈ പേര് അങ്ങ് മാറ്റി യുക്രൈൻ ആക്കി. അത് മാത്രമേ ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് UPSC ഇത്ര മടിയന്മാരാണോ? സെയിം ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സ്ഥലം മാത്രം മാറ്റി പിടിച്ചിട്ടുള്ളൂ. അന്ന് അഫ്ഗാനിസ്ഥാനിലായിരുന്നു പ്രശ്നം, ഇന്ന് യുക്രൈനിലാണ് പ്രശ്നം. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ അവിടെ തന്നെ വെച്ചു തൊട്ടടുത്ത വർഷങ്ങളിൽ. സോ ഇഫ് ഇൻ ദ സെയിം ലൈൻ, ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ആസ്കിങ് ദിസ് ഇയർ, then there are chances that the question could be of Israel and Palestine. So you have to study in detail with respect to Israel-Palestine conflict areas. What and all areas are in the news? Which and all bordering countries are there? Are there any seas that are there? Russia-Ukraine again is still continuing. So that is also a theme that is you have to still focus. ഇത് കൂടാതെ സൗത്ത് ചൈന സീ ഫോക്കസ് ചെയ്യണം. കാരണം ഇപ്പോഴും അവിടെ പല സംഭവങ്ങളും പല ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ട്. ആൻഡ് ഇൻ പെർട്ടിക്കുലർ യു ഷുഡ് ഫോക്കസ് ഓൺ തൈവാൻ സ്ട്രേറ്റ്. കാരണം ചൈന US ഇഷ്യൂസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നു ഇവിടെ തൈവാൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതുവരെ ഒരു നമുക്ക് കോൺഫ്ലിക്റ്റ് ഏരിയാസ് അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റുന്ന ഏരിയാസ് ഇതാണ്. ഇനി വരുന്ന മാസങ്ങളിൽ ഇനിയും ചില ഏരിയാസ് ഇപ്പോൾ ന്യൂസിൽ വരാം. സോ യു ഷുഡ് ഓൾസോ ഫോക്കസ്. അപ്പോൾ ദി പോയിന്റ് ഇസ് ഒരു 5-6 കോൺഫ്ലിക്റ്റ് ഏരിയാസിൽ മാത്രം ഫോക്കസ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക. ആൻഡ് അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തിൽ പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. Okay, so here the takeaway is how we should focus on certain conflict areas. Now, another recurring theme with respect to current affairs is places in news. Places in news. Okay, see again ലോകത്ത് പല സ്ഥലങ്ങളുടെയും പേരൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. എസ്പെഷ്യലി ഈ പല പേരുകളുടെയും നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ അഗെയിൻ ഇവിടെ നിങ്ങൾ കുറച്ച് സ്മാർട്ടായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാം പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ ദിസ് ഇൻ 2022, 2023 ഓൾ ദർ ആർ മാച്ചിങ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ദർ. 2023 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങൾ നോക്കാം എന്ന് വിചാരിക്കാം. Nagorno Karabakh. Okay, this area is there. It was there in the news because of the Armenia-Azerbaijan conflict. Even now, that has been there for 1 month before and all. So, എപ്പോഴും ന്യൂസിൽ വരുന്ന ഒരു ഏരിയ ആണ് നഗർണോ കാരബാക്ക്. ഓക്കെ, അതേപോലെ തന്നെ Zaporizhia. This was there with respect to the Russia-Ukraine conflict because of a nuclear power plant there. ഇവിടെ നോക്കുക, Donbas region was also there in the because of the Russia-Ukraine conflict. ഇവിടെ അനറ്റോളിയ, ഈ ഏരിയ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും because of the Turkey earthquake. Catalonia, this was there in the news at that time because of the issue that Catalonia wants to separate from Spain. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലേസസ് ഇൻ ന്യൂസ് ടാക്കിൾ ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കോൺഫ്ലിക്റ്റ് ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെക്കറിങ് ആയിട്ടുള്ള ചില ഏരിയാസ് നമ്മുടെ ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആ ഏരിയാസിൻ്റെ മാപ്പോ അല്ലെങ്കിൽ ആ ലൊക്കേഷൻസിൻ്റെ ലിസ്റ്റോ ഉണ്ടാക്കി വയ്ക്കുക. അതൊരു 10 കൺട്രീസിൻ്റെ ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഇസ് ഓൾസോ അഗെയിൻ ഈസി ടു ടാക്കിൾ. ഫോർ എക്സാമ്പിൾ, based on UPSC's PYQ and based on certain areas that are there in conflict, you can say that the areas of Russia, Ukraine, കാലാകാലമായിട്ടുള്ള ഒരു സംഭവമാണ്. റഷ്യ യുക്രൈൻ പ്ലേസസ് ഇൻ ന്യൂസ് ഇസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഇസ്രയേൽ പലസ്തീൻ, ഓക്കെ. ദെൻ ആഫ്രിക്കയിൽ സുഡാൻ ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് ദർ, അതുപോലെ തന്നെ എത്തിയോപ്യ, all of this are important there. Here Yemen, Syria, in West Asia, ഈ ഏരിയാസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ദെൻ ഇൻ അവർ നെയ്ബർഹുഡ് വി കൻ ടോക്ക് അബൌട്ട് അഫ്ഗാനിസ്ഥാൻ ആൻഡ് മ്യാൻമർ ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്ട്സ് ഇൻ ദീസ് റീജൻസ്. സോ ഇങ്ങനത്തെ ചില ഏരിയാസ് ഫോക്കസ് ചെയ്യുക. ഇവിടെ വരുന്ന പ്ലേസസ് ഇൻ ന്യൂസ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇസ്രയേൽ പലസ്തീൻ, ഗാസ സ്ട്രിപ്പ്, ഗോളൻ ഹൈറ്റ്സ്, വെസ്റ്റ് ബാങ്ക്, ഇങ്ങനത്തെ പല ഏരിയാസ് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളൊരു മാപ്പായിട്ട് ഒരു ഡോക്യുമെൻ്റ് ആക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിൻ്റെ ആ ഒരു 2 weeks ബിഫോർ യു ക്യാൻ ജസ്റ്റ് refer these things. So the things with respect to deal with how to deal with places in news or borders is to just make a document, say 10 to 20 pages of important areas and revise it in the last 2 weeks of the prelims examination. See, ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. ആൻഡ് എനിക്ക് ആക്ച്വലി ഒരു 2 or 3 ക്വസ്റ്റ്യൻസ് ഇത് വെച്ച് മാത്രം ഡീൽ ചെയ്യാൻ പറ്റി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2023 പേപ്പർ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ, സോറി, there's one with respect to Russia, Ukraine, then 2, then 3 because of all of this. റഷ്യ യുക്രൈൻ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവിടെ അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഫൈൻഡ് 3 questions just with respect to one place. അപ്പോൾ അങ്ങനെ ഒരു 10 ഒരു 15 സ്ഥലങ്ങളുടെ മാപ്പ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷുവർ ഷോട്ട് യു ക്യാൻ ഗെറ്റ് 2 or 3 questions in prelims. That is how you can predict certain questions for the prelims examination. Now, even if you have not heard about certain regions or you have not covered the whole conflict areas that are there in the news, do not worry. Those areas would anyway be covered in your IPTS. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എക്സാം എടുക്കുമ്പോൾ ആൻസർ കീയിൽ നിന്ന് ഇങ്ങനത്തെ പുതിയ ഏരിയാസ് വരികയാണെങ്കിൽ ആ ഏരിയനെ കുറച്ചൊന്ന് റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ അതിൻ്റെ മാപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻ്റ് ആക്കി വയ്ക്കുക. ദാറ്റ് ഇസ് ഹൗ യു ക്യാൻ മേക്ക് യുവർ പ്രിപ്പറേഷൻ മോർ എഫക്റ്റീവ്. നൗ അഗൈൻ, കഴിഞ്ഞ 2-3 വർഷമായിട്ട് UPSCക്ക് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ടുള്ള താല്പര്യമാണ് ആഫ്രിക്കയോട്. ഓക്കെ, ആഫ്രിക്ക ഇസ് becoming some of the most favorite questions of UPSC. ഇന്ത്യൻ ജോഗ്രഫിക്കിനേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ആഫ്രിക്കൻ ജോഗ്രഫിയുടെ അറിയേണ്ട അവസ്ഥയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്ഥലങ്ങൾ കുറച്ചേ കാണുള്ളൂ, അതിനേക്കാളും കൂടുതലുണ്ട് ആഫ്രിക്ക, കൊങ്കോ, പിന്നെ നൈജീരിയ, അങ്ങനെ പല പല സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റുക? നമ്മൾ ആഫ്രിക്കൻ പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി അല്ല പഠിക്കുന്നത്. എങ്ങനെയാണ് നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 2 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. Which one of the following countries has been suffering from decades of civil strife and food shortages and was in the news in the recent past for famine? Okay, civil strife-ഉം ഫമൈനും ഉള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് 2023 ചോദ്യം ഉണ്ടായിരുന്നത്. സെയിം ഇൻ ദ സെയിം പേപ്പർ അഗൈൻ there was the question with respect to ചാഡ്, ജിനിയ, മാലി, സുഡാൻ എക്സെട്ര. എന്തിനോ വേണ്ടി ഇന്റർനാഷണൽ അറ്റൻഷൻ വന്നു എന്ന രീതിയിലാണ്. ഓക്കെ, ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ either there is a civil strife or a famine. Actually here the common thing with these countries was that there was successful coup. So
ഇവിടുത്തെ എല്ലാ ചോദ്യങ്ങളിലും the question making is because there is some problem in that country, and that problem is usually associated with some sort of violence or civil war and all. അതായത് ആഫ്രിക്കയിൽ എവിടെയാണ് പ്രശ്നമുള്ളത്, ആ പ്രശ്നമുള്ള രാജ്യങ്ങളുടെ ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഏതൊക്കെ രാജ്യങ്ങളിലാണ് പ്രശ്നമുള്ളത്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൂടാതെ you can always take the help of PYQ. See this question. This is also a pair-based question 2022. Then the first of the country, there is a question on Chad. Then there is a question on Guinea. Now, this is 2023. ആദ്യത്തെ രണ്ട് ഓപ്ഷൻസും ചാഡ് ആൻഡ് ജിനിയ. സോ ദർ ഇസ് ഓൾവേസ് എ റിപ്പീറ്റ് വാല്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ PYQയിൽ ഇത് കൂടുതലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ട്രെൻഡ് വന്നിട്ടുള്ളൂ. ഈ 2-3 വർഷം UPSCയിൽ ചോദിച്ച ഏതൊക്കെ കൺട്രീസാണുള്ളത്, ആ കൺട്രീസിൽ എന്തായിരുന്നു ബേസിക് ഇഷ്യൂ എന്നും അതിൻ്റെ ലൊക്കേഷനും കൂടി പഠിക്കുക. അതിൽ കൂടി വന്നാൽ 10 രാജ്യമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ എടുക്കണ്ടേ? ക്വസ്റ്റ്യനിൽ ചോദിച്ച രാജ്യങ്ങൾ ചാഡ്, ജിനിയ, മാലി, സുഡാൻ, 4 രാജ്യം കിട്ടി. പിന്നെ ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള സ്ഥലങ്ങൾ, ഇറ്റ് മേ ബി ദ റൈറ്റ് ഓർ ദി ഇൻകറക്റ്റ് ഓപ്ഷൻ, ബട്ട് യു ഹാവ് ടു ജസ്റ്റ് ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദീസ് countries. So like that you can get around 10 to 12 countries, and there is a high chance that the same countries would be repeated in the next year's prelims. കാരണം അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ചാഡും ജിനിയും ചോദിച്ചു, അതിന് തൊട്ട് മുമ്പത്തെ വർഷവും ചാഡ് ജിനിയായിരുന്നു 2 ഓപ്ഷൻസ്. ഓക്കെ, പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ്. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ലേക്സ് ഓഫ് വെസ്റ്റ് ആഫ്രിക്ക ഹാസ് ബിക്കം ഡ്രൈ ആൻഡ് ടേൺഡ് ഇൻ ടു എ ഡെസേർട്ട്? ഇതിലത്തെ ഒരു ലേക്ക് പോലും ചിലപ്പോൾ ആസ്പിറൻസ് കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അല്ല, മിക്കവാറും കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എനിവേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അത് ആദ്യം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ. സോ ദി ഐഡിയ ഇസ് ദാറ്റ് ദിസ് ഇസ് എ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ, നോ ഡൗട്ട്. ദിസ് ഇസ് very much difficult to predict. So the thing is that ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം ഇതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓൺലി തിങ് വാട്ട് യു ക്യാൻ ഡു ഹിയർ ഇസ് ദറ്റ്, ഇപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, ഏതെങ്കിലും ലേക്കുകൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയി, വരൾച്ച വന്ന് വറ്റി ഒരവസ്ഥ വന്ന് ഒരുപാട് ന്യൂസുകൾ വരികയാണെങ്കിൽ ആ ലേക്കുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. കാരണം ഇതേപോലെ തന്നെ 2018 or 2019 എന്തോ അരൾ സീനെ കുറിച്ചും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെയും ദ സെയിം ഇഷ്യൂ വാസ് ദറ്റ് ഓഫ് ലേക്ക് ഗെറ്റിംഗ് ഡ്രൈഡ് അപ്പ്. ഓക്കെ, സോ ജസ്റ്റ് മേക്ക് ഷുവർ ദറ്റ് യു ഹാവ് എ കീൻ ഐ ടു ലുക്കിംഗ് ഇൻ ടു സച്ച് ആസ്പെക്ട്സ് വിത്ത് റെസ്പെക്ട് ടു any lakes or rivers getting dried up. But again, this is a little bit difficult area to tackle. Now, IR places in news conflict areas is if that is one aspect that is being asked. The another aspect is with respect to organizations. ഇവിടെയും നമുക്കൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓർഗനൈസേഷൻസ് എല്ലാം അറിഞ്ഞുകൂടാ. ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, എല്ലാം പഠിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരുവിധം ആസ്പിറൻസിനും ഇത് ടാക്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് കുറച്ചെങ്കിലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഏരിയ വിച്ച് വി ഹാവ് ടു എനിവേ ഫോക്കസ് വിത്ത് റെസ്പെക്ട് ടു ഓർഗനൈസേഷൻസ് ഇസ് UN ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾമോസ്റ്റ് എല്ലാ വർഷവും UN ഓർഗനൈസേഷനെ കുറിച്ചൊരു ചോദ്യമുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഏതൊക്കെ UN തന്നെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതിൽ ന്യൂസിൽ വരുന്ന ഓർഗനൈസേഷൻസ് മാത്രം ഫോക്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹിയർ ദി ക്വസ്റ്റ്യൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു there was a
there was a migration basically convention called as Global Compact for Safe, Orderly and Regular Migrations. Okay. So ഇവിടെ തന്നെ ഇതിൽ തന്നെ പറയുന്നത് റീസെൻ്റ്ലി all countries of the United Nations have adopted the first ever compact for international migration. Question is on international migration. ഇത് അറൌണ്ട് 2020 ആ സമയത്താണ് എല്ലാ ന്യൂസിലും കവർ ചെയ്തൊരു ആസ്പെക്റ്റാണ് ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ പീപ്പിൾ ഓൺ ദി മൂവ് ആസ് UN അഗ്രീസ് ഫോർ ഫസ്റ്റ് എവർ ഗ്ലോബൽ കോമ്പാക്ട് ഓൺ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ ടേക്ക് അവേ? ഇതുപോലത്തെ ഏതെങ്കിലും ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവങ്ങൾ, ഓക്കെ, ഇതുവരെ നടക്കാത്ത ഏതെങ്കിലും കൺവെൻഷൻസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, so that is one thing you have to focus. Now second thing, the reason why this was there is because of the Myanmar issue. Okay, മ്യാൻമറിൽ നിന്ന് ഒരുപാട് റെഫ്യൂജീസ് ബിക്കോസ് ഓഫ് ദി മിലിറ്ററി coup and because of the Rohingya issue they were coming to India. When they were coming to India, then the government had actually said that there were issue with respect to the government of India and government of Manipur because on whether to admit the people from Myanmar. അന്ന് ഈ ഇന്ത്യയുടെ റെഫ്യൂജി പോളിസിനെ കുറിച്ചും മൈഗ്രേഷൻ ലോസിനെ കുറിച്ചും ഇന്റർനാഷണൽ മൈഗ്രേഷൻ ലോസിനെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസും ഒരുപാട് ആർട്ടിക്കിൾസും ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഇൻസ്പിരേഷൻ. സോ ഓൾവേസ് ഹാവ് എ കീൻ ഐ വിത്ത് റെസ്പെക്ട് ടു വാട്ട് ആൻഡ് ഓൾ ഇന്റർനാഷണൽ ലോസ് ആർ ബീങ് ഡിസ്കസ്ഡ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ചില ലോസ് ഉണ്ട്. ഒന്ന് UN ക്ലോസ്. പിന്നെ വീണ്ടും ഇപ്പോൾ ഈ കാനഡയുടെ ഇഷ്യൂ കാരണം വീണ്ടും ഒരുപാട് ക്ലോസ് വരുന്നുണ്ട്. ജനീവ കൺവെൻഷൻ, വിയന്ന കൺവെൻഷൻ, ഇങ്ങനത്തെ പല തരത്തിലുള്ള റെഫ്യൂജി അല്ലെങ്കിൽ മൈഗ്രേഷൻ ഇങ്ങനെ ഡിപ്ലോമസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കൺവെൻഷൻസ് ഈസ് ബീങ് ടോക്ഡ് ഇൻ ദി ന്യൂസ്. സോ ഓൾവേസ് ഹാവ് എ focus on here, especially the diplomatic conventions, because again this exam is for recruiting diplomats, so there's a high chance that there could be questions with respect to the Vienna Convention and all. So UN clause, Geneva Convention, അതുപോലെ തന്നെ നിങ്ങളുടെ CBD and UNFCC. സോ ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അഗെയിൻ CBDനെ കുറച്ച് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ബിക്കോസ് നമുക്ക് കൺമിങ് മോൺട്രിയൽ ഫ്രെയിംവർക്ക് ഈ അടുത്താണ് വന്നത്. സോ അത് കഴിഞ്ഞ വർഷം ചോദിക്കുമെന്ന് വിചാരിച്ചാണ്, ബട്ട് അത് ചോദിച്ചില്ല. സോ ഹൈ ചാൻസ് ദിസ് കുഡ് ബി ആസ്ക്ഡ് ദിസ് ടൈം. ഓക്കെ, സോ ഇങ്ങനത്തെ ആസ്പെക്ട്സ് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, then if that is with respect to the UN organizations, then what about the non-UN organizations? See, non-UN organizations question ആയിട്ട് വരണമെങ്കിൽ then ഇന്ത്യയുടെ ഒരു വലിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്തെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഏറ്റവും എടുത്തു നിന്ന ഓർഗനൈസേഷൻ ഏതാണ്? G20. Okay, so there was a very predictable question with respect to G20 in the last year's prelims. ഈ വർഷം G20നെ കുറിച്ചും അതിൻ്റെ ലീഡർ സമ്മിറ്റ് ഒക്കെ ഉണ്ടായി. ഡൽഹി ഡിക്ലറേഷൻ നമ്മളൊരു ഹിസ്റ്റോറിക് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ പറ്റി. സോ അത് കാരണം G20 അഗെയിൻ ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ G20യുടെ ബേസിക് കാര്യങ്ങളാണ് ചോദിച്ചത്. നെക്സ്റ്റ് ടൈം G20 ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, എസ്പെഷ്യലി ആഫ്രിക്കൻ യൂണിയൻ വന്നതുകൊണ്ടും അഗെയിൻ G20യുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആൻഡ് വൺ മോർ സെയിം ഒരു എന്താ പറയുക, ഇത് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ G20യിൽ കയറിയത് കൊണ്ട് തന്നെ ഈ വർഷവും നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ ഓൾവേസ് കീപ്പ് എ കീൻ ഐ ഓൺ സച്ച് ആസ്പെക്ട്സ്. സോ അഗെയിൻ ഇവിടെ പറയാൻ വന്നത് ഈ G20 എന്ന് പറയുന്ന സംഭവം ഇതൊരു ഫസ്റ്റ് ടൈം അല്ല. ഇതിനെപ്പോലെ ഒരു ഓൾറെഡി UPSC ഇതിന് മുമ്പത്തുള്ള പല ഇയേഴ്സിലും ഇതിനെക്കുറിച്ചൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. കാരണം
This was there in 2021. From not wrong, 2021. Okay, 2021 നോക്കൂ, the question is with reference to the G20 common framework. Consider the following statements. This was there in that year because of the current affairs that was related to helping the low income countries through G20. Okay, അന്ന് ഈ പെർട്ടിക്കുലർ ഏരിയ എന്നാണ് ചോദിച്ചത്. പിന്നീട് ബിക്കോസ് ഇന്ത്യ വാസ് ഹോസ്റ്റിംഗ് G20 സമ്മിറ്റ്, there was a question on G20. So G20 is a repeating area that is there. Similar to G20, if there would be certain questions that could, the certain organizations that could come, then it could be the G7. Okay, G20 എന്ന് എനിക്ക് തോന്നുന്നു 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. G20 കോമൺ ഫ്രെയിംവർക്ക്, G20 മറ്റേ ഓർഗനൈസേഷനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. G20 ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി 2020 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. 2020 there was a question with respect to the members of G20. So there are 3 questions that was there in the past 4 years. So again this could be a question. Similarly G7 അല്ലെങ്കിൽ നിങ്ങൾക്ക് SCO or BRICS ചോദിക്കാം. കാരണം ഇന്ത്യ SCO സമ്മിറ്റ് ചെയർ ചെയ്തതായിരുന്നു. ഇപ്രാവശ്യത്തെ മെയിൻസിൽ SCOനെ കുറിച്ച് ചോദിച്ചിരുന്നു. ബ്രിക്സ് ചോദിക്കാനുള്ള കാരണം ഇസ് ബിക്കോസ് ബ്രിക്സിൻ്റെ മെമ്പർഷിപ്പ് എക്സ്റ്റെൻഡ് ആയി, ഇപ്പോൾ 11 പേര് ആയി. So again, BRICS is also an important organization that could come in the news. Sorry, that could come in your exams. So these kind of organizations you have to focus. Now, next we'll be talking about a certain thing that is with respect to the current affairs, but we do not have proper information. One second. Okay. Okay, so here the let us see ചില ക്വസ്റ്റ്യൻസിൽ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾക്ക് ആ കറണ്ട് അഫയേഴ്സിൽ എന്താ നടന്നേ എന്ന് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ യു വുഡ് ഹാവ് ദി നോളജ് ഫ്രം യുവർ സ്റ്റാറ്റിക് പോർഷൻ ഓർ വിത്ത് യുവർ കോമൺ സെൻസ് ടു ഗെറ്റ് ദി ആൻസർ. ഇതാണ് ഒരു വലിയൊരു ഗുണം, അല്ലെങ്കിൽ വലിയൊരു എന്താ ഡബിൾ എഡ്ജ് സോഡ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമാണ് ടാക്കിൾ ചെയ്യാൻ. പക്ഷേ ഇത് നമുക്കറിയില്ല എന്ന് വിചാരിച്ചാൽ ആസ്പിറൻസ് ഇത് ഒന്നുകിൽ തെറ്റിക്കും അല്ലെങ്കിൽ ഇത് വിടും. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. അക്കോർഡിംഗ് ടു ദ UN വേൾഡ് വാട്ടർ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2022, ഈ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടാവില്ല ആസ്പിറൻസ്. ഞാനും കേട്ടിട്ടില്ല ഇതിനെക്കുറിച്ച്. ഇങ്ങനെ റിപ്പോർട്ട് ഇപ്പോഴാണ് ഉള്ളതെന്ന് പോലും അറിയുന്നുള്ളൂ. ഓക്കെ, ബിക്കോസ് വി ഡു നോട്ട് നോ അബൌട്ട് സച്ച് കൈൻഡ് ഓഫ് സ്മോൾ കറണ്ട് അഫയേഴ്സ്. ദാറ്റ്സ് ഓക്കെ. അതിൽ പറയണത് എന്താ? ഇന്ത്യ എക്സ്ട്രാക്ട്സ് മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് ദി വേൾഡ്സ് ഗ്രൗണ്ട് വാട്ടർ വിഡ്രോവൽ ഈച്ച് ഇയർ. അതായത് 25% വെള്ളം നമ്മളാണ് എടുക്കുന്നത് എന്നതാണ്. ഓക്കെ, നമുക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. ശരി, കാരണം ഈ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞേക്കണത്, ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും അറിയില്ല. പോട്ടെ. ഇന്ത്യ നീഡ്സ് ടു എക്സ്ട്രാക്ട് മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് ദി വേൾഡ്സ് ഗ്രൗണ്ട് വാട്ടർ. ഈ സെയിം സാധനം റിപ്പീറ്റ് ചെയ്തു. ടു സാറ്റിസ്ഫൈ ദ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ നീഡ് ഓഫ് ഓൾമോസ്റ്റ് 18% ഓഫ് ദി വേൾഡ്സ് പോപ്പുലേഷൻ. ഒരുവിധം നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ ഇതിലെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട്. സോ ഈവൻ ഫ്രം ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് റെസ്പെക്ട് ടു അഗ്രികൾച്ചർ ഓർ എൻവയൺമെൻറ്റ്, വി നോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ ഇസ് ഗോയിങ് ഫോർ agriculture and not for drinking water and sanitation.
In fact, around 80 to 90% of the groundwater is going for agricultural activities. അത് കാരണമാണ് പഞ്ചാബിലെല്ലാം പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറയുന്നത്. സോ even with our general knowledge, even with our general understanding, we know that this statement is wrong. അങ്ങനെ നമുക്ക് ഇതെന്താന്ന് പോലും അറിയാണ്ട് നമുക്ക് ആക്ച്വലി ആൻസറിലേക്ക് എത്താം. ബിക്കോസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് 2 is incorrect, then the answer would be C. So that is what I'm trying to say with respect to this. When you do not know the answer, but still you get it right. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, there are certain questions which you might not be knowing, which you might not hear also from the newspapers, but still you would be getting the answer from your general understanding, from your common sense. So always make sure that you read the questions very well. Always use your overall logic, overall understanding to arrive at the answer. So അവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ എപ്പോഴും കണ്ടന്റിൻ്റെ പിറകെ പോകാതെ നിങ്ങളുടെ കോമൺ സെൻസും നിങ്ങളുടെ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് എത്താം. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. Israel has established diplomatic relations with some Arab states. ഓക്കെ, കഴിഞ്ഞ വർഷം ഒരുപാട് ന്യൂസിലുണ്ടായതാണ് ഈ ഇസ്രയേൽ അല്ലെങ്കിൽ അറബ് സ്റ്റേറ്റ്സും ഇസ്രയേലും തമ്മിലുള്ള കൂടിച്ചേരലും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും പല കാര്യങ്ങളും ചൈന മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലത് ചൈന മീഡിയേറ്റ് ചെയ്ത് സൗദി അറേബ്യ, ഇറാനും, അതുപോലെ തന്നെ US മീഡിയേറ്റ് ചെയ്ത് ഇസ്രയേലും അബ്രഹാം അക്കോർഡ്സും, അങ്ങനത്തെ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വായിച്ച ഒരാൾക്ക്, because there is something and all happening because of the Abraham Accords, we can know that this is right. Okay, but even if suppose you are not aware about it, you do not know this. Okay, so let us try to read the second statement. The Arab Peace Initiative mediated by Saudi Arabia was signed by Israel and Arab League. അഗെയിൻ നമുക്ക് അറബ് പീസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യും? ഇപ്പോഴും ഇസ്രയേൽ പലസ്തീൻ ഇഷ്യൂവിൽ മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ദാറ്റ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് എൻ ഇഷ്യൂ. ആൻഡ് ഇസ്രയേലും അറബ് സ്റ്റേറ്റ്സും തമ്മിൽ ഫുൾ പ്രൂഫായിട്ട് ഒരു തരത്തിലുള്ള എന്താ പറയുക ട്രീറ്റിയോ അല്ലെങ്കിൽ പീസ് ഇനീഷ്യേറ്റീവ്, ഇവിടെ പറയുന്നത് പീസ് ഇനീഷ്യേറ്റീവ് എന്നാണ്. ഉറപ്പായിട്ടും അവിടെ പീസ് ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല നമുക്ക് ഏറെക്കുറെ നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഉറപ്പിക്കാം. സോ ഇസ്രയേലും അറബ് സ്റ്റേറ്റ്സും ഇപ്പോഴും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ ഇത് തെറ്റാനാവാൻ സാധ്യത. സോ വിത്തൗട്ട് ഇവൻ നോയിങ് ദി എക്സാക്ട് നോളജ്, by using your overall understanding about world happenings, you can arrive at the answer. So that is how you should tackle the questions. Do not go for the exact content always. Okay, now coming to the next aspect. Current affairs random ആണെങ്കിൽ റാൻഡമിൻ്റെ അപ്പുറമാണ് ഈ കറണ്ട് അഫയേഴ്സിനും മിസലേനിയസ് സ്പോർട്സ് അവാർഡ്സ്. പിന്നെ അടുത്ത പ്രാവശ്യം ഈ സിനിമയാണോ എന്താണ് ചോദിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് കുഡ് ബി എനിത്തിങ്. അതാണ് ചിലപ്പോൾ ചിലരുടെ കിളി തന്നെ പോകുന്ന ഒരു ഏരിയ. എസ്പെഷ്യലി ഇത് ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുവാണെങ്കിൽ 2021 5 6 ക്വസ്റ്റ്യൻസൊക്കെ പല സ്പോർട്സ് നിന്ന് വന്നിരുന്നു. അതും 3-4 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് വന്നപ്പോഴേക്കും ഇതെന്തൊക്കെയാണ് ചോദിക്കണേന്ന് പറഞ്ഞിട്ട് പാനിക്കായി ഒരുപാട് പേര്. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് should not happen. How can we tackle such miscellaneous areas? കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പലരുടെ അവസ്ഥ എന്താണ്, ഇന്നസെൻറ്റിനെ പോലെയാണ്. ഓക്കെ, സോ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഈ ഒരു ഏരിയ നമുക്ക് ഡീൽ ചെയ്യാം. കൺസിഡർ ദി ഫോളോയിങ് പാസ് വിത്ത് റിഗാർഡ് ടു സ്പോർട്സ് അവാർഡ്സ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് സ്പോർട്സ് അവാർഡും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. 4 സ്പോർട്സ് അവാർഡ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത് എന്നാണ് അപ്പുറത്ത് മാച്ചിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്? ദിസ് വാസ് അഗെയിൻ ബിക്കോസ് ഓഫ് ദർ വാസ് എ ഹ്യൂജ് amount of information in the 1 year before that with respect to the ധ്യാൻ ചന്ദ് അവാർഡ്. ഓക്കെ, ഈ ധ്യാൻ ചന്ദ് അവാർഡ് പണ്ട് വിളിച്ചിരുന്നത് രാജീവ് ഗാന്ധി അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡായിരുന്നു.
പിന്നീട് അത് മാറ്റി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാക്കി മാറ്റുമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓൺലി ദിസ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ്. സോ ദിസ് വാസ് ആക്ച്വലി based on certain things that was there. Appo yes, there is, if you look at this question singularly, there is very less chance to predict it. But by looking into this important news, you can understand that these kind of questions could be asked. So always keep a keen eye on, not on awards, but on if any changes are there in the awards or methodology. Okay, അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. എന്തെങ്കിലും റാൻഡം ആയിട്ടൊരു അവാർഡ് ചോദിക്കില്ല. പക്ഷേ അത് ന്യൂസിൽ വരാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ വീണ്ടും ചെസ് ഒളിമ്പ്യാഡ്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ജസ്റ്റ് നോക്കിയൊരു ക്വസ്റ്റ്യനാണ് ചെസ് ഒളിമ്പ്യാഡ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു. ദിസ് വാസ് ബിക്കോസ് ഓഫ് വൈ ഇന്ത്യ ഹോസ്റ്റഡ് ദി ചെസ് ചാമ്പ്യൻഷിപ്പ് ഫോർ ദി ഫസ്റ്റ് ടൈം, ആൻഡ് ഇന്ത്യ വാസ് ഇസ് ആക്ച്വലി സെഡ് ടു ബി ദ ഒറിജിൻ ഓഫ് ചെസ്. ഇതൊക്കെ കാരണമാണ് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതും. ആൻഡ് ദ ഗവൺമെൻറ് ഓൾസോ ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നത്. അപ്പോൾ ഇത് കാരണം തന്നെ ഇനി ഇതേ ആസ്പെക്റ്റിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിരിക്കാം ഒരു ചാൻസ്, പിന്നെ ഒളിമ്പിക്സ് ആയിരിക്കാം, ബിക്കോസ് അതിനെക്കുറിച്ച് ന്യൂസിലുണ്ട്. ഇന്ത്യ ഒളിമ്പിക്സ് ഹോസ്റ്റിനെ കുറിച്ച് ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസോ കുറിച്ചും ചോദിക്കാം, ബിക്കോസ് നമുക്ക് 100 മെഡൽ എന്നൊരു ആസ്പെക്റ്റ് ഇപ്രാവശ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ ഉണ്ടായിരുന്നു. ആൻഡ് വി വർ ആക്ച്വലി ഈവൻ ദ പ്രൈം മിനിസ്റ്റർ വാസ് ഓൾസോ പ്രൊമോട്ടിങ് അബൌട്ട് ദ സെയിം. സോ ഇങ്ങനത്തെ ചില ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യുക. ബട്ട് അഗെയിൻ ഐ വുഡ് സജസ്റ്റ് ദിസ് ടു കീപ് ദിസ് ആസ് എ സെക്കൻഡ് പ്രയോറിറ്റി. എല്ലാ സ്റ്റാറ്റിക്കും എല്ലാ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങനത്തെ സ്പോർട്സും മിസ്ലേനിയസ് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് ടുവേഴ്സ് ദി എൻഡ് ഈ സ്ലൈഡ്സ് കൊണ്ടുവന്നത്. ഇതെല്ലാം നമുക്ക് അധികം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അധികം നമുക്ക് മറ്റേതുപോലെ ഷുവർ ഷോട്ട് ഇവിടെ കുറവാണ്. ബിക്കോസ് ഇപ്പോൾ ചെസ് ഒളിമ്പ്യാഡ് നടന്നതിനെ കുറിച്ചും എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഇത് ശരിയാണെന്ന് നമുക്ക് പറയാം, ഇതും പലർക്കും അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ 3ഉം 4ഉം ഇതിൽ ട്രോഫിയുടെ പേരിനെ കുറിച്ചാണ് ചോദിച്ചത്. അത്രയും ലെവൽ ഓഫ് ഡീറ്റെയിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് പിറകെ പോയിട്ടും കാര്യമില്ല. ബട്ട് ഓൺലി തിങ് വാട്ട് യു ക്യാൻ ഡു ഇസ് just jot down some 3 or 4 important happenings, and then maybe that could be asked. Okay, that's it. And again, in the sports മാത്രമാവണമെന്നില്ല, this could be from different fields also, because there is a high chance that the next time the question could be from cinema. Why? Because India won the Oscar for RRR ആൻഡ് ഓൾസോ ഫോർ എലിഫൻറ്റ് വിസ്പറേഴ്സ്. സോ അതുപോലത്തെ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിക്കാം. ഇത് ലാസ്റ്റ് ഇയർ എക്സ്പെക്ട് ചെയ്ത ഒരു മിസ്ലീനിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ബട്ട് ഉണ്ടായിരുന്നില്ല. ബട്ട് അഗെയിൻ ഇറ്റ് കുഡ് ബി ആസ്ക്ഡ് ഇൻ ദി കമ്മിങ് ഇയേഴ്സ്. ഓക്കെ, നൗ കമ്മിങ് ടു സയൻസ് ആൻഡ് ടെക്. സി അഗെയിൻ സയൻസ് ആൻഡ് ടെക്, എൻവയൺമെൻറ്റ്, ഇതെല്ലാം ഒരുപാട് കറണ്ട് റെലവൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. പക്ഷേ ഈ രണ്ട് സബ്ജക്റ്റിലും കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് യു ഷുഡ് ഓൾവേസ് റിലേറ്റ് വിത്ത് ദ സ്റ്റാറ്റിക്. ഫോർ എക്സാമ്പിൾ, ബയോടെക്നോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് വോൾബാക്കിയ മെത്തേഡിനെ കുറിച്ച്. ഓക്കെ, ഇത് ന്യൂസിൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ദർ വാസ് എ ന്യൂസ് വിത്ത് റെസ്പെക്ട് ടു March 13, 2022 on what is the Wolbachia method and how it can curb spread of the dengue fever. അതായത് വൈറൽ ഡിസീസസിൻ്റെ സ്പ്രെഡിനെ കുറിച്ച് വോൾബാക്കിയ മെത്തേഡ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ആവാനും ഒരുപാട് ന്യൂസിലുണ്ടായിരുന്നു. ഇതൊരു പുതിയ റൈസിങ് ആയിട്ടുള്ള തീമായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം
Which of the above are built on top of open source digital platform? ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഏതൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നതാണ് ചോദ്യം. ഈ പറയുന്ന മിക്ക പ്ലാറ്റ്ഫോമുകളും ന്യൂസിലുണ്ടായിരുന്നു. ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചാൽ 100 കണക്കിനുണ്ട്, എല്ലാം നമുക്ക് പഠിച്ചു പോകാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ഇവിടുത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ എന്താണ്, ന്യൂസിലുണ്ടായിരുന്നു. കോവിൻ ന്യൂസിലുണ്ടായിരുന്നില്ലേ? ഇനീഷ്യൽ കോവിഡിൻ്റെ സമയത്ത് ആരോഗ്യ സേതു ആയിരുന്നു എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ പ്രൈവസിയുടെ പ്രശ്നങ്ങളായിട്ട് ഡിജി ലോക്കർ, കോവിഡിൻ്റെ സമയത്ത് എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ ദിശ. ബട്ട് ദി ക്വസ്റ്റ്യൻ വാസ് വിത്ത് റെസ്പെക്ട് ടു ദി സയൻസ് ആൻഡ് ടെക് ബിഹൈൻഡ് ഇറ്റ്. സി, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് കാര്യങ്ങളും ന്യൂസിൽ വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ന്യൂ ടെക്നോളജീസ്. പുതിയ ഏതെങ്കിലും ആപ്പ് വരികയാണ്, അല്ലെങ്കിൽ പുതിയ എസ്പെഷ്യലി ബയോടെക്നോളജിയിൽ വാക്സിൻസ് തന്നെ വരുമ്പോൾ നമ്മളതിൻ്റെ ടെക്നോളജിക്കൽ സാധനമാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നോക്കേണ്ടത്. ഇത് വരാനുള്ള കാരണം, ഇന്ത്യ ഈ കോവിൻ പ്ലാറ്റ്ഫോം ഓപ്പൺ സോഴ്സ് ആക്കിയിരുന്നു ആൻഡ് നമ്മളത് പല രാജ്യങ്ങൾക്കും വേണ്ടി കൊടുത്തിരുന്നു. That was a historic aspect, and this was continuously covered in the newspapers. You can look at it. Coven platform to be made open source. Arigo said the app available as ready. Coven was given to many nations and 142 nations showed interest. So ഇത് സ്ഥിരമായിട്ട് ന്യൂസിൽ ഉണ്ടാവുന്നതാണ്. സോ റെഗുലർലി ന്യൂസ് വായിക്കുന്ന ഒരാൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കോവിനും ആരോഗ്യ സേതും എന്താണ്, ഓപ്പൺ സോഴ്സ് ആണ്, ബിക്കോസ് ഓഫ് ദ ന്യൂസ്. സോ ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. യു ഹാവ് ടു പിക്ക് അപ്പ് സർട്ടൻ തീംസ് ഫ്രം ദ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ലുക്ക് അറ്റ് ദി ബാക്ക്ഗ്രൗണ്ട് ടെക്നോളജി ഓഫ് ദോസ്. We'll just list down those technologies after we discuss the questions. ഇതേപോലെ തന്നെ ഇത് 2022 ചോദ്യമാണ് വിത്ത് റെസ്പെക്ട് ടു ദ വാക്സിൻസ്. ഓക്കെ, ആ വർഷമാണ് നമ്മൾ വാക്സിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്തത്. സോ അഗെയിൻ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ് ഏതൊക്കെ വാക്സിൻസ് എന്ന് മിക്ക ആസ്പിറൻസും പഠിച്ചിരുന്നു. UPS എന്താ ചോദിച്ചത്, അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ എന്താണ് അതിൻ്റെ ടെക്നോളജിയാണ് ചോദിച്ചത്. വെക്ടർ ബേസ്ഡ് പ്ലാറ്റ്ഫോം, മറ്റേത് mRNA ആണോ പാത്തജൻ ആണോ. സോ ഓൾവേസ് ലുക്ക് ഇൻ ടു ദി ടെക്നോളജി ബിഹൈൻഡ് ഇറ്റ്. ഏത് കറണ്ട് അഫയേഴ്സിന് എന്ത് സാധനം വരുവാണെങ്കിലും, എന്ത് പുതിയ അഡ്വാൻസ്ഡ് സാധനം, വാക്സിൻസ് ആയിക്കോട്ടെ, പുതിയ ഇൻഫർമേഷൻ ടെക്നോളജി ആയിക്കോട്ടെ, യു ഹാവ് ടു ലുക്ക് ഇൻ ടു വാട്ട് ഇസ് ദ സയൻസ് ബിഹൈൻഡ് ഇറ്റ്, ആൻഡ് ദാറ്റ് യു ക്യാൻ ക്രാക്ക് ദി ക്വസ്റ്റ്യൻസ്. സിമിലർലി വരുന്ന വേറൊരു ആസ്പെക്റ്റ് ആയിരുന്നു നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. ദിസ് വാസ് ഓൾസോ ആസ്ക്ഡ് ഇൻ 2022 പേപ്പർ. ന്യൂസിൽ ഒരുപാട് വന്ന ഒരു തീമാണ് ദി ഐഡിയ ഓഫ് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ടോ. ക്വസ്റ്റ്യൻ വാസ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ദി ആസ്പെക്ട് ഓഫ് ഇറ്റ്സ് ഐഡിയ ആൻഡ് വാട്ട് ഇസ് ദ ടെക്നോളജി ദാറ്റ് ഇസ് ദ ബ്ലോക്ക് ചെയിൻ. ഓക്കെ, സോ ഇതെല്ലാമാണ് UPSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ ലെറ്റ് us try to understand. ഇങ്ങനെയാണെങ്കിൽ what could be certain areas that you have to focus on. First area is biotech. Okay, ബയോടെക്നോളജിയിൽ പുതിയതായിട്ട് വരുന്ന എന്തെങ്കിലും തീമുകൾ വരികയാണെങ്കിൽ അതിൻ്റെയൊക്കെ ടെക്നോളജി എന്താണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ വാക്സിൻസ് അല്ലേ, പിന്നെ വൈറൽ ഡിസീസസ്, അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പുതിയ തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടോ. ഓക്കെ, എസ്പെഷ്യലി ഹിന്ദുവിൽ വരുന്ന ഒരു ആസ്പെക്റ്റാണിത്. പിന്നീട് വരുന്നതാണ് ജീൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ജനോമിക്സ്, ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ഐഡിയാസ്. ഓക്കെ, ബയോടെക് ആണ് വൺ ഏരിയ. നെക്സ്റ്റ് ഇസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, സോ ഇവിടെ വരുന്ന പുതിയ തീമുകൾ, ഫോർ എക്സാമ്പിൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് 3.0. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വെബ് 3.0 ഓൾറെഡി ചോദിച്ച ആസ്പെക്ട്സ് ഒക്കെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള തീംസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതാവാം. ഗവൺമെൻറ് കൊടുക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവ്സ് ആവാം. എസ്പെഷ്യലി ഇപ്പോൾ ഫോക്കസ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT. ഓക്കെ, സോ ഈ ജനറേറ്റീവ് AI എന്ന് പറയുന്ന സംഭവം. ആൻഡ് ഇപ്പോൾ അഗെയിൻ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന ആസ്പെക്റ്റാണ് ഡീപ്പ് ഫേക്ക്. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാം ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്
നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. സോ ഈ ഏരിയാസിൽ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ദ എക്സ്പ്ലെയിൻഡോ അല്ലെങ്കിൽ ദ ഹിന്ദു സയൻസ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ ക്രാക്കിംഗ് ദീസ് ഐഡിയാസ്. നോ that is with respect to science and tech. Coming to environment and ecology. Okay. Environment and ecology again current affairs ഒരുപാട് റെലവൻസ് ഉള്ള ഒരു ആസ്പെക്റ്റ് ആണ്. സി ഇതിൽ പല രീതിയിലായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും കറണ്ട് അഫയേഴ്സ് ലിങ്കേജസ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് സ്പീഷീസ് ഇൻ ന്യൂസ്. നെക്സ്റ്റ് ഇസ് ലോ, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയ അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഈ എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ ഇടയ്ക്കിടയ്ക്ക് അമെൻമെൻ്റ് ആണ്, ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെൻറ്റ്, മറ്റേ അമെൻമെൻറ്റ്, ഈ അമെൻമെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് അമെൻമെൻറ്റ്സ് ഉണ്ട്. സോ യു ഹാവ് ടു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റീസെൻറ്റ് അമെൻമെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇനി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ന്യൂസ്. Then any international changes or conventions. Okay, അതിൽ നോക്കേണ്ടത് ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, കഴിഞ്ഞ വർഷം ബയോഡൈവേഴ്സിറ്റി CBDയെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പൊല്യൂഷൻ അഗെയിൻ ഇസ് എ റിപ്പീറ്റഡ് തീം that is there in the question. So these are some of the things that you have to look into when it comes to environment and ecology. Now protected areasum അതുപോലെ തന്നെ സ്പീഷീസും is very much open ended. എന്തും ചോദിക്കാം. ഇപ്പോൾ തൊട്ടപ്പുറത്തെ വെസ്റ്റേൺ ഗാർഡ്സിലെ പൂമ്പാറ്റം മുതൽ ചീത്ത വരെ സ്പീഷീസ് ഇൻ ന്യൂസ് ആണ് അല്ലേ, എന്തും നമുക്ക് ചോദിക്കാം. സോ ഐ വുഡ് സേ ദാറ്റ് restrict this to few, both of these. ഓക്കെ, എല്ലാത്തിൻ്റെയും പിറകെ പോകാണ്ടിരിക്കുക. ആദ്യം ഒരു 10-15 വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം പഠിക്കുക. പിന്നീട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഇത് രണ്ടാമത്തെ സ്റ്റേജിൽ ബാക്കിയുള്ളതിനെക്കുറിച്ച് പഠിക്കുക. സോ വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് സ്പീഷീസ് ഇൻ ന്യൂസ് ഓർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഹാവ് 2 cycles ഫോർ ദിസ്. എന്താണ് ഇതിലേറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് മാത്രം? ഭയങ്കര അധികം ന്യൂസിൽ ഉണ്ടായിരുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ചീത്ത ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ്. ഓക്കെ, സോ അത് മാത്രം നോക്കുക. അതേപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലും ഓൺലി ഫോക്കസ് ഇനീഷ്യലി ഓൺ ദോസ് വിച്ച് ആർ കണ്ടിന്യൂസ്ലി റിപ്പീറ്റിംഗ്, ദെൻ ഓൺലി ഗോ ഫോർ ദി അതേഴ്സ്. സോ ഇത് ഒരു 10-15 മേജറായിട്ട് ഐഡൻറ്റിഫൈ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് പോവുക. ദിസ് ഇസ് ദി സെക്കൻഡ്. ഓക്കെ, സോ അങ്ങനെ ആണ് നിങ്ങൾ ഇത് ടാക്കിൾ ചെയ്യേണ്ടത്. ആദ്യമേ ഇത് കുറേ പഠിച്ചു പോയിട്ട് നമുക്ക് കാര്യമില്ല. ആൻഡ് ഫോർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് യു ക്യാൻ യൂസ് സർട്ടൺ സൈറ്റ്സ് സച്ച് ആസ് എൻവിസ്, വേറെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ കാണിക്കും. ആൻഡ് ഓൾസോ അനദർ ഏരിയാസ് റാംസർ സൈറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാംസർ സൈറ്റ്സ്, ന്യൂസിൽ വരുന്ന റാംസർ സൈറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. 75ഓളം റാംസർ സൈറ്റ്സ് ഉണ്ട്. ആ 75 ഒരുമിച്ച് കാണാപ്പാടം പഠിക്കാണ്ട് ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ പറ്റും. ഒരു 20 ആയിട്ട് എങ്കിലും നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഹാവ് മാപ്സ് ഫോർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് സോ ദാറ്റ് യു ക്യാൻ സ്റ്റഡി ദിസ് ഇൻ ദ ലാസ്റ്റ് 2 weeks. അതിനെക്കുറിച്ച് ഞാൻ അവസാനം വീണ്ടും പറയും, ലാസ്റ്റ് 2 weeks എന്ത് ചെയ്യും എന്നുള്ള സംഭവം. ഓക്കെ, നോ കമ്മിങ് ബാക്ക്, എന്തിനാണ് ഈ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ ചില ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 2021 WHO എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്തിരുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ദർ വാസ് എ ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു the WHO air quality guidelines. Now interestingly, even if suppose you have not know the particular exact values of what has been the revision changes, you can still try to answer this question. Check this. In the context of WHO air quality guidelines, consider the following statements.
24-hour mean of PM 2.5 should not exceed 15 and annual should not exceed 5. രണ്ട് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. നമ്മളിത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് അറിയില്ല. ഓക്കെ, ദെൻ ഇൻ എ ഇയർ ദ ഹയസ്റ്റ് ലെവൽസ് ഓഫ് ഓസോൺ പൊല്യൂഷൻ അക്കർ ഡ്യൂറിംഗ് ദ പീരിയഡ്സ് ഓഫ് ഇൻക്ലിമെന്റ് വെദർ. ഓക്കെ, ദെൻ third statement is PM10 can penetrate the lung barrier and enter the bloodstream. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? PM10 ആണ്. PM10 ലങ് ബാരിയർ കടന്ന് നമുക്ക് ബ്ലഡ് സ്ട്രീം വരെ എത്താമെന്നാണ് പറയുന്നത്. വി ഓൾറെഡി നോ ദാറ്റ് PM2.5 is the much smaller than PM10. ഈ PM10 എന്ന് പറയുന്ന സാധനം നമ്മുടെ ബ്ലഡ് സ്ട്രീം വരെ എത്താൻ പറ്റുന്ന അതിന് സാധ്യത വളരെ കുറവാണ്. PM2.5 എത്താൻ പറ്റും, ബട്ട് നോട്ട് ഫോർ PM10. സോ the 3 is wrong. So we have B and D, which means 1 is correct. അതായത് നമുക്ക് ഈ സംഭവം പഠിക്കാണ്ട് തന്നെ നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഫോർത്ത് വൺ ഇസ് എക്സസീവ് ഓസോൺ ഇൻ ദി എയർ ക്യാൻ ട്രിഗർ ആസ്മ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓസോൺ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഓസോൺ ഇസ് ആക്ച്വലി എ പൊല്യൂട്ടഡ് ആൻഡ് കുഡ് ലീഡ് ടു ആസ്മ. സോ ദ ആൻസർ വുഡ് ബി ബി. ദ തിങ് ഇസ് ദാറ്റ് ഇവിടുത്തെ ആൻസറിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദ സെയിം ഐഡിയ ദാറ്റ് certain things, even if you do not know exactly what is the news, you can still answer that based on properly reading the question. ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ വേറൊരു ടേക്ക് അവേയും കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യണത് മെയിൻസ് എക്സാമാണ്. പ്രിലിംസിൻ്റെ PYQ മാത്രമല്ല, മെയിൻസിൻ്റെ എക്സാമാണ്. ഈ പ്രിലിംസും മെയിൻസ് ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, see, look at this. 2021 മെയിൻസിലെ GS3 ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ കീ പോയിന്റ്സ് ഓഫ് ദ റിവൈസ്ഡ് ഗ്ലോബൽ എയർ ക്വാളിറ്റി ഗൈഡ് ലൈൻസ് ഓഫ് ദി WHO. ആൻഡ് അതിൻ്റെ ലാസ്റ്റത്തെ അപ്ഡേറ്റ് തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് 2021 മെയിൻസിന് ചോദിച്ചു. അടുത്ത 2022 പ്രിലിംസിന് വീണ്ടും ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ വെൻ യു ആർ ട്രൈങ് ടു ആൻസർ or when you are trying to study for the prelims, also make sure that you try to understand or try to have a thorough idea about what were the questions in the mains examination also, because prelims and mains comes in combo. Okay, next. ഇനി എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ നമ്മൾ നേരത്തെ കണ്ടതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. ചില സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സും കൂടി നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ വാഷിങ്ങിനെ കുറിച്ച്, എന്താണ് ഗ്രീൻ വാഷിംഗ് എന്ന ഐഡിയനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇത് ആക്ച്വലി ന്യൂസിൽ അല്ലെങ്കിൽ പല കമ്പൈലേഷൻസും കാനയിലൊക്കെ കവർ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. പല കൺട്രീസ് ആണെങ്കിൽ പല കമ്പനീസ് ആക്ച്വലി ഗ്രീൻ വാഷിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവം പറയുന്നുണ്ടായിരുന്നു. ആ ഗ്രീൻ വാഷിംഗ് എന്താണ് എന്ന് ന്യൂസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ന്യൂ ടേംസ് ആൻഡ് ടെർമിനോളജീസ് യു ഹാവ് ഓൾവേസ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ദ ബേസിക് മീനിങ് ഓഫ് വാട്ട് ഇസ് ഗ്രീൻ വാഷിംഗ്, വാട്ട് ഇസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, സീറോ ലിക്വിഡ് ഡിസ്ചാർജ് എന്ന് പറയുന്ന ചില ടേംസ് ഉണ്ട് എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ. അപ്പോൾ അങ്ങനത്തെ ടേംസ് ഒക്കെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നൗ ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു the environment and ecology. Now coming to next aspect is significant events. See, ഈ ആർട്ട് ആൻഡ് കൾച്ചർ അതുപോലെ മോഡേൺ ഹിസ്റ്ററി ഓർ വിത്ത് റെസ്പെക്ട് ടു യുവർ ഏൻഷ്യൻ ഹിസ്റ്ററി, അഗെയിൻ കറണ്ട് അഫയേഴ്സ് റെലവൻസ് ഇവിടെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഇഫ് യു ഫോക്കസ് ഓൺ സർട്ടൻ ഈവൻറ്റ്സ് ദറ്റ് ഇസ് ഹാപ്പനിങ്, എസ്പെഷ്യലി ഫ്രം ദി ഗവൺമെൻറ് സൈഡ്, യു ക്യാൻ അറ്റ്ലീസ്റ്റ് predict the theme of the question. For example, 2023 ഈ വർഷത്തെ പ്രിലിംസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നാഷണൽ ഫ്ലാഗിൻ്റെ അല്ലെങ്കിൽ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യനെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് വന്നത്? ഫ്ലാഗിൻ്റെ സൈസിന് വരെ ചോദ്യം ചോദിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും ഡെപ്തിൽ ഇത്രയും സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിച്ചത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് സംതിങ് കോൾഡ് ആസ് ദി ഹർഘർ തിരങ്ക ക്യാമ്പയിൻ. ഹർഘർ തിരങ്ക ക്യാമ്പയിൻ നമ്മുടെ ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായിട്ട് ഹർഘർ തിരങ്ക ഡ്രൈവ് വളരെ പ്രൊമോട്ട് ചെയ്തൊരു ഐഡിയ ആണ് ഗവൺമെൻറ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദി ഫോക്കസ് ഹിയർ വാസ് വിത്ത് റെസ്പെക്ട് ടു
flag itself. Flag in a question was almost predicted in the examination, and then because of that the same thing was asked. And so in the same level, if we can look in the coming years, ഈ വർഷത്തെ പ്രിലിംസിൽ ഈ സോയിലിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത്. കാരണം മേരി മട്ടി മേരി ദേശ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത്. പല സ്ഥലത്തു നിന്നും സോയിൽ കൊണ്ടുവരുന്നത്. സോ വി ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു സോയിൽ. സിമിലർലി, look at this question from 2022. So here the question is with respect to the world's second tallest statue of Ramanuja was actually inaugurated by the Prime Minister. Okay. ഇവിടെ തന്നെ അവർ കറണ്ട് അഫയേഴ്സിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞു തന്നു. ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കണേ എന്ന് അവർ തന്നെ പറഞ്ഞു തന്നു. ഓക്കെ, they itself told the current affairs context that the particular statue was inaugurated. എന്നിട്ട് രാമാനുജനെ കുറിച്ചാണ് ചോദ്യമുള്ളത്. ഓക്കെ, ഇവിടെ ഇത് ക്വസ്റ്റ്യൻ വരുന്നത് because on February 8 there was the statue of Ramanuja inaugurated in Hyderabad. So again, any important statues or any important initiative that the government has been taking could be asked as a question. അപ്പോൾ ഇനി വരുമെങ്കിൽ ഇത് ശങ്കരാചാര്യയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബിക്കോസ് ശങ്കരാചാര്യയുടെ സ്റ്റാച്ചു ഈ അടുത്ത് അൺവീൽ ചെയ്തിരുന്നു അല്ലേ. സോ ദിസ് കുഡ് ബി എ ക്വസ്റ്റ്യൻ ദറ്റ് കുഡ് ബി വിത്ത് റെസ്പെക്ട് ടു ദ സെയിം തിങ്. നെക്സ്റ്റ്, ഇതേപോലെ 2022 1 minute. Okay. Similarly, in the same idea, you can find the same question paper. There was also a question with respect to the Somnath temple, because there was the inauguration of the new circuit house by the Prime Minister at Somnath temple. So, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ സ്റ്റാച്യൂസ്, പുതിയ ഇവൻറ്റ്സ്, പുതിയ ഇനോഗ്രേഷൻസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻഡ് സംതിങ് ദി ഗവൺമെൻറ് ഇസ് പ്രൊമോട്ടിങ്, then that could be a subject of question making. So in the same lines, you can expect questions with respect to Shankaracharya, then you can expect questions with respect to Ramappa temple. Ramappa temple in Telangana അല്ലെങ്കിൽ ഹോയ്സാല temples, because ഇതെല്ലാം യുനെസ്കോ the World Heritage Site tag കിട്ടി. Okay, so that could be a question making that is there. പിന്നെ ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉണ്ടായി. സോ ന്യൂ പാർലമെൻറ്റ് ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓൾറെഡി ചൗസത്ത് യോഗിനി ടെമ്പിളിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെങ്കോളിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ സെങ്കോളായിട്ട് റിലേറ്റ് ചെയ്ത് ചോള അല്ലെങ്കിൽ സംഗമേജനെ കുറിച്ച് ചോദിക്കാം. These could be some of the questions that could be asked from this area. Now, ഇനി ഒരു ചെറിയൊരു ആസ്പെക്റ്റും കൂടി പറയാനുള്ളത് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് ഈ മാഗസീൻസോ കമ്പൈലേഷൻസോ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ അത് കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും എന്ന രീതിയിൽ. ബട്ട് ചില ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ നമുക്ക് ആക്ച്വലി ന്യൂസ് പേപ്പേഴ്സ് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഗുജറാത്ത് ഹാസ് ദ ലാർജസ്റ്റ് സോളാർ പാർക്ക് ഇൻ ഇന്ത്യ. കേരള ഹാസ് എ ഫുള്ളി സോളാർ പവർഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗോവ ഹാസ് ദ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് ഇൻ ഇന്ത്യ. 3 സ്ഥലം തന്നിട്ടുണ്ട്, 3 ഡിഫറെൻറ്റ് സോളാർ പ്രൊജക്ട്സ്, എയർപോർട്ട്, ഫ്ലോട്ടിംഗ് പവർ പ്ലാന്റ്,
പിന്നെ ലാർജസ്റ്റ് സോളാർ പാർക്ക്. ഇത് ഒരു കമ്പൈലേഷനിലും നിങ്ങൾക്ക് ഒറ്റയടിക്ക് എവിടെയും കിട്ടില്ല. ഒരു കമ്പൈലേഷനിൽ ഒറ്റയടിക്ക് ഈ 3 സംഭവങ്ങൾ ഒരിക്കലും കിട്ടില്ല. പക്ഷെ റെഗുലർലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാൾക്ക് ഈ സംഭവങ്ങൾ അവിടെ എവിടെയൊക്കെയായിട്ട് കണ്ടിട്ടുണ്ടാവും. ആൾക്കറിയാം ഫ്ലോട്ടിംഗ് സോളാർ പാർക്ക് രാമകുണ്ടം, തെലങ്കാന രാമകുണ്ടം എന്ന സ്ഥലത്താണ്. ഇനി കേരളത്തിലെ ഈ സോളാർ പവർ പ്ലാന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലാർജസ്റ്റ് സോളാർ പവർ പാർക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് അതിനെ കുറിച്ച് പറയുന്നതാണ്. സോ ബൈ ഓൺലി റീഡിങ് by only reading the newspapers, some questions can be tackled. So you have to read the newspapers regularly until 1 month before prelims. Okay, 1 month before prelims എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് കവർ ചെയ്യണം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് കമ്പൈലേഷൻസ് ഹെൽപ്പ് ചെയ്യാം, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ന്യൂസ് പേപ്പേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് കീപ് ദറ്റ് ഇൻ മൈൻഡ് whenever you are approaching current affairs. Now, last thing that I want to say is a caution. Okay. കറണ്ട് അഫയേഴ്സിൻ്റെ പേരിൽ ശരിയാണ് എന്തും ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒരു കമ്പൈലേഷനിലോ കിട്ടില്ല, അല്ലെങ്കിൽ വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസിൽ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് എത്ര പഠിച്ചാലും ആ സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും അത് പ്രഡിക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ആർ ബിയോണ്ട് അവർ പ്രഡിക്ഷൻ, ബിയോണ്ട് അവർ study. So that is the better thing that you have to do here is that you should leave those questions. നമുക്ക് എല്ലാം പഠിച്ച് പോകാൻ പറ്റില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പ്രിലിംസിൽ നമുക്കൊരു 100 മാർക്ക് അല്ലെങ്കിൽ ആ ക്വാളിഫൈങ് കട്ട് ഓഫ് എന്ന സംഭവം മാത്രം മതി. നമുക്ക് 200 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ തിങ് യു ഹാവ് ടു ഡു ഹിയർ ഇസ് ദറ്റ് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണ്ട എന്ന് UPSC തന്നെ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. വിത്ത് റെസ്പെക്ട് ടു എ ഗുച്ചി മഷ്റൂം ദറ്റ് ഇസ് ദർ മെൻഷൻഡ് ഇൻ ദ ന്യൂസ്. ഒരു പെർട്ടിക്കുലർ മഷ്റൂമിനെ കുറിച്ച് എന്താണ് ചോദ്യം. നൗ ഈ പെർട്ടിക്കുലർ സംഭവം ഒരു വളരെ ചെറിയൊരു ന്യൂസാണ് ഫുഡിനെ കുറിച്ച്. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ മഷ്റൂം വാസ് ആക്ച്വലി was selling for a very high rate. And ഈ പെർട്ടിക്കുലർ മഷ്റൂം ന്യൂസ് വരാനുള്ള കാരണം ഇത് മോഡി അത് പ്രൊമോട്ട് ചെയ്യും, മോഡി അത് ടേസ്റ്റ് ചെയ്യുക അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അത് ന്യൂസിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ ചെറിയ ചെറിയ സംഭവങ്ങളും നോക്കി ഇതാവാൻ പറ്റില്ല. മോഡി എടുക്കുന്ന എന്താ ഡ്രസ്സ് എന്താ, മോഡി കഴിക്കുന്ന ഭക്ഷണം എന്താ, ഇതൊന്നും പറഞ്ഞ് നമുക്ക് എല്ലാം പഠിക്കാനൊന്നും പറ്റില്ല. So if such kind of questions are there which you have no idea about, which you have never heard about, then it is better not to take a risk and leave the question. അതാണ് നമ്മൾ ഡ്രാവിഡ് ചെയ്യുന്നത് അല്ലേ. തീ പാറുന്ന പന്തുകൾ, അൺപ്ലേയബിൾ ആയിട്ടുള്ള പന്തുകൾ വരുമ്പോൾ അത് ലീവ് ചെയ്യുക. അത് ആവശ്യമില്ലാണ്ട് പ്ലേ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ ഒരു കാര്യമില്ല, വിക്കറ്റ് കളയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ബൗൾഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ലീവ് ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ തിങ്. അപ്പോൾ അതേപോലെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അടുത്തത് ഇന്ത്യൻ സാനിറ്റേഷൻ കോalition. വളരെ ചെറിയൊരു ബോഡിയാണ്, ആരും കേൾക്കാത്ത ബോഡിയാണ്. ഇങ്ങനത്തെ ബോഡികളൊക്കെ വരികയാണെങ്കിൽ ലീവ് ഇറ്റ്. സിമിലർലി അടുത്തത് BD എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ചാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള റെഫ്യൂജി സെറ്റിൽമെൻറ്റ്സ് പോലും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് കെന്യയിലെ എങ്ങാണ്ടുള്ള ഒരു സ്ഥലം. So if you are getting such kind of questions which you have absolutely no idea, leave it. It is better if you leave it as soon as possible. Instead of spending time here, you can actually spend that time in some other questions where you have a higher chance of getting it. ചില ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതാണ്, അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കാനുള്ളതാണ്. സോ യു ഹാവ് ടു ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഈ ഒരു കോഷൻ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. എല്ലാം പോയി അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അണ്ടർസ്റ്റുഡ്? ഈ എന്താണ് ലീവ് ചെയ്യേണ്ടത്, എന്താണ് ലീവ് ചെയ്യാത്തത് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ.
അതിനാണ് നമ്മുടെ ടെസ്റ്റുകൾ റെഗുലർലി എടുത്തുകൊണ്ടിരിക്കുക. അതിലെന്താണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒബ്സ്ക്യൂർ ആയിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ടു ഗെറ്റ് എൻ എക്സാം ഫീൽ. ആ എക്സാം ഫീൽ അപ്പോൾ നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാവും വിച്ച് ക്വസ്റ്റ്യൻസ് വി ഷുഡ് ലീവ്, വിച്ച് വി ഷുഡ് അറ്റംപ്റ്റ്. ഓക്കെ, ദാറ്റ് കംസ് ഓൺലി വിത്ത് പ്രാക്ടീസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഫോർ ദി ഫസ്റ്റ് ടൈമേഴ്സ്. ഓക്കെ, നോ, ഇതാണ് നമുക്ക് ലാർജ്ലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എസ്പെഷ്യലി ലാസ്റ്റ് 2-3 ഇയേഴ്സിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമുക്ക് കുറച്ച് ഐഡിയാസ് മനസ്സിലായി. ഓക്കെ, കുറച്ച് ടേക്ക് അവേസ് ഉണ്ട്. ഈ ഒരു സ്ലൈഡാണ് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് PYQ. കറണ്ട് അഫയേഴ്സിന്ന് പ്രിലിംസിൽ പഴയ ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചു എന്നതല്ല അറിയണ്ടേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്. അപ്പം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസിന് കോൺഫ്ലിക്റ്റ് ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലേസസ് ഇൻ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പ്രിസൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക്സ് ഇതിലത്തെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം ഈ കോണ്ടെക്സ്റ്റ് എന്നാണ് മനസ്സിലാവുന്നത്. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് റിപ്പീറ്റിംഗ് തീംസ്. ചില തീംസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്ലേസസ് ഇൻ ന്യൂസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു പ്രിസൺസ്, അങ്ങനത്തെ ചില കാര്യങ്ങൾ. സ്പോർട്സിലാണെങ്കിൽ പോലും എന്ത് തരത്തിൽ ക്വസ്റ്റ്യൻസാണ് വരുന്നത്? ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇന്ത്യ എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ അതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും കറണ്ട് അഫയേഴ്സിൽ നമുക്ക് കൂടുതലും ചോദ്യങ്ങളുള്ളത്. സോ ഈ റിപ്പീറ്റിംഗ് തീംസ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ തീംസിൽ കുറച്ചും കൂടി ഡെപ്തിലൂടെ പഠിക്കുക. അല്ലാണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ആ തീംസ് കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ്. Third one, you already talked about the detailed study of conflict areas in news. You have to have certain maps that you can revise in the last few days. Okay, you have to have maps for the conflict areas. Now, this is a very important one. നമുക്ക് എല്ലാവർക്കും ഈ സിഗ്നിഫിക്കൻ്റ് ഈവൻസ് മിക്ക ആസ്പിറൻസിനും അറിയുന്നുണ്ടാവും. എന്തൊക്കെയാണ് ഈവൻ്റ് എന്ന് ഓർമ്മയുണ്ടാവും. പക്ഷേ അതിൽ മിക്ക ആൾക്കാരും അവിടെ നിർത്തും. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദറ്റ് ഇഫ് ദർ ഹാസ് ബീൻ എനി ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ് ദറ്റ് ഹാസ് ടേക്കൺ പ്ലേസ്, യു ഹാവ് ടു ഗോ ആൻഡ് ഹാവ് എ റിസർച്ച് ഓൺ ദറ്റ്. നിങ്ങൾ നെറ്റിൽ അതിൻ്റെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് റീഡിങ് നോക്കുക. ഒന്നെങ്കിൽ വെബ്സൈറ്റിൽ ഒരു ആദ്യത്തെ ഒരു 3-4 ലൈൻസ് എങ്കിലും നോക്കി വയ്ക്കുക. അപ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, G20 ഡൽഹി സമ്മിറ്റ് നടന്നു. അപ്പോൾ G20 ഡൽഹി സമ്മിറ്റിനെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, G20 ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഉണ്ടായേ, ആ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഫസ്റ്റത്തെ G20 സമ്മിറ്റ് എവിടെയാണ് നടന്നത്, നെക്സ്റ്റ് G20 സമ്മിറ്റ് എവിടെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് അവിടെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂ പാർലമെൻറ്റ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ പാർലമെൻറ്റ് ബിൽഡിംഗ്, പഴയ പാർലമെൻറ്റ് ബിൽഡിംഗ് ആരാണ് ഡിസൈൻ ചെയ്തത്, ഇപ്പോഴത്തെ ആരാണ് ഡിസൈൻ ചെയ്തത്, ഈ പഴയതിൻ്റെ ഇൻസ്പിറേഷൻ ആരാണ്, അങ്ങനത്തെ സംഭവങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ സെങ്കോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെങ്കോൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ചോളയുടെ അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻസ് എന്താണ് സെങ്കോൾ, അങ്ങനത്തെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. ദെൻ സംടൈംസ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ ദി ബേസിക്സ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ റെലവൻസ് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ ദി ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ വാഷിംഗ്. ഓക്കെ, ഇത് പല കമ്പനീസും ചെയ്യണതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ടേമിൻ്റെ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ വി ക്യാൻ ആൻസർ ദറ്റ് ക്വസ്റ്റ്യൻ. സിമിലർലി ക്യൂബിറ്റ്സിനെ കുറിച്ചും ചോദ്യം ഉണ്ടായിരുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മിഷൻ കാരണമാണ് ആ ചോദ്യം വരുന്നത്. പക്ഷേ ക്യൂബിറ്റ്സിൻ്റെ ബേസിക് ഐഡിയ ഉണ്ടായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മിയാവാക്കി മെത്തേഡ്, അർബൻ ഫോറസ്റ്റിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദറ്റ് മിയാവാക്കി മെത്തേഡിനെ കുറിച്ചും ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ദിസ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ്, നമ്മൾ യൂഷ്വലി ഈ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് നമ്മൾ അധികം ഫോക്കസ് ചെയ്യില്ല. ശരിയാണ്, അതിൻ്റെ കോൺട്രവേഴ്സി എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ബട്ട് വാട്ട് ഈസ് ദറ്റ് കോൺട്രവേഴ്സിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ എന്താ, ഒബ്ജക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ. കാരണം ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ആസ്പെക്റ്റാണ്. അല്ലെങ്കിൽ ഇന്ത്യ വേഴ്സസ് ഭാരത്,
ഓക്കെ, ഇതിൻ്റെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ്, അസംബ്ലി ഡിബേറ്റ്സ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് എന്താണ്, എവിടെ നിന്നാണ് ഈ പേര് ഇന്ത്യ വരുന്നത്, എവിടെ നിന്നാണ് ഈ ഭാരത് എന്ന് പറയുന്നത് വരുന്നത്, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ നോക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് വിത്ത് റെസ്പെക്ട് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സിമ്പിൾസ് ഉണ്ടല്ലോ, അതും ചിലപ്പോൾ ഒരു ചോദ്യമായിട്ട് വരാം. കാരണം ഈ ശിവസേനയുടെ ഇഷ്യൂ, NCPയുടെ ഇഷ്യൂവിലൊക്കെ പാർട്ടി സിമ്പിളിനെ പറ്റി ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. സോ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു പാർട്ടി symbol. Now, this is the caution that you have to keep in mind. Few questions can never be answered. You will not be knowing the information of certain questions. So you have to skip those questions. The idea what you have to develop, or the skill that you have to develop is to understand which questions to skip and which to attempt. And for that, you have to regularly take the test. Okay. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് യു ക്യാൻ ഡൂ ഇസ് ദാറ്റ് ദർ ആർ സർട്ടൻ ഇൻഫോർമേഷൻ നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. അതെന്താ എന്ന് വെച്ചാൽ വാട്ട് യു ക്യാൻ ഡൂ ഇസ് യു ക്യാൻ note down what and all are the important things that you have to list down as digital notes or your physical notes, and you can revise in the last 2 weeks. അതിലുള്ളതാണ് places in news or conflict areas, അതിൻ്റെയൊക്കെ മാപ്പുകൾ, പിന്നെ സ്പീഷീസ് ഇൻ ന്യൂസ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, നാഷണൽ പാർക്സും റാംസർ സൈറ്റ്സും അതെല്ലാം. പിന്നെ ഇതുകൂടാതെ യു ക്യാൻ ഓൾസോ ലുക്ക് ഇൻ ടു ഓർഗനൈസേഷൻസ് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ഉള്ളത്, അതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് എമേർജിങ് ടെക്നോളജി, ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലുള്ള എമേർജിങ് ടെക്നോളജീനെ കുറിച്ച് ജസ്റ്റ് ഒരു നോട്ട്സ് ഉണ്ടാക്കി വെക്കാം. അതായത് ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ AI, മെറ്റാവേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ച്, പിന്നെ ബയോടെക്കിലെ വാക്സിൻസും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ട്സ് ആക്കി വെക്കാം. ദീസ് ആർ സംതിങ് ദറ്റ് യു ഹാവ് ടു ഹാവ് as notes for revision. Now, see, there are certain do's and don'ts in current affairs. Okay, so first of all, let us discuss about the don'ts. The first is that do not fear. Okay, panic ആവരുത്. കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരിക്കലും അറിയാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു പ്രശ്നമില്ല. You should never panic. You might have never thought about this question, this type of question being asked in the prelims, but that is okay. നമുക്ക് 100 ക്വസ്റ്റ്യനും നമുക്ക് അറിയണമെന്നില്ല. നിങ്ങൾക്കൊരു 30-40 ക്വസ്റ്റ്യൻ തന്നെ അറിഞ്ഞാൽ തന്നെ there is high chance that you will clear the examination. So first thing is that you should not panic, you should not fear. Second thing is that do not overdo. അതാണ് വളരെ എന്താ പറയുക മിക്ക ആൾക്കാരും ചെയ്യുന്ന കാര്യം. കറണ്ട് അഫയേഴ്സ് വാരി വലിച്ച് പഠിക്കും, ഒരു 3-4 മാഗസിൻ പഠിക്കും, അവിടുന്ന് ഇവിടുന്നും ഒരുപാട് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ പഠിക്കും. ഓക്കെ, സോ അത് കാരണം അവർ വിചാരിക്കുക എന്താണ്, നമ്മൾ കറണ്ട് അഫയേഴ്സ് ഫുൾ കംപ്ലീറ്റ് ആണ്. പക്ഷേ ചിലപ്പോൾ അതുകൊണ്ട് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. ബിക്കോസ് വെൻ യു ആർ കൺസ്യൂമിങ് ലോട്ട് ഓഫ് കണ്ടന്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആ കണ്ടന്റ് പിക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. സോ കീപ്പ് ഇറ്റ് സിമ്പിൾ, കുറച്ച് പഠിക്കുക, കുറച്ച് എഫക്റ്റീവായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുക. നമ്മളിന്ന് മെയിനായിട്ട് അതാണ് ഒരു ഫോക്കസ് ചെയ്തത്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് റിപ്പീറ്റ് ചെയ്യുന്നത്, ആ റിപ്പീറ്റിംഗ് തീംസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അവിടെ കൂടുതൽ പഠിക്കുക. ഇനി ദിസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. കറണ്ട് അഫയേഴ്സ് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആക്കി പഠിക്കാണ്ട് റിലേറ്റ് ഇറ്റ് വിത്ത് ദ സ്റ്റാറ്റിക്. നിങ്ങളുടെ സ്റ്റാറ്റിക് പോർഷൻ റിവൈസ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് എന്തെങ്കിലും ലിങ്കേജസ് ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ചേർത്ത് പഠിക്കുക. അത് നിങ്ങളുടെ നോട്ട്സിൽ ഒരു സ്പേസ് വെച്ചാലും അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത്. സോ ദീസ് ആർ സം ഓഫ് ദി തിങ്സ്. ഇനി ഡൂസ് എന്താണ്? ആസ് ഐ ഓൾവേസ് സെഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇസ് ടു റീഡ് ദ ന്യൂസ് പേപ്പേഴ്സ് റെഗുലർലി. ചില ന്യൂസുകൾ നമുക്ക് കമ്പൈലേഷൻ ചിലപ്പോൾ കിട്ടില്ല,
And with respect, when you're reading the newspapers, you always have a idea that what is happening around us. And നമുക്കത് ആക്ച്വലി സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും. ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ എനിക്കത് കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ നടക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. So psychologically, when I'm answering the prelims questions, I would always try to, എനിക്ക് ആദ്യമേ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എനിക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. സോ അതാണ് ന്യൂസ് പേപ്പേഴ്സ് റെഗുലർലി റീഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബാക്ക്ഗ്രൗണ്ട് റീഡിങ്. വെറുതെ ന്യൂസ് വായിച്ചിട്ട് മാത്രം കാര്യമില്ല, വി ഹാവ് ടു ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് റീഡിങ്. റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്യുക. ഓക്കെ, അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ജസ്റ്റ് അതിൻ്റെ 2-3 ആർട്ടിക്കിൾസ് വായിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് എന്താണ് ഇതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് നോക്കുക. ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഡീപ്പ് ഫേക്സിനെ കുറിച്ച് ഇടയ്ക്ക് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡീപ്പ് ഫേക്സ്? മേ ബി ഒരു യൂട്യൂബ് വീഡിയോ ആണ്, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിസർച്ചും കൂടി ചെയ്യുക. Then as always we have to relate with the static. So these are some of the do's that you have to keep in mind. Okay, then അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സലീം കുമാറിനെ പോലെ തന്നെ ഇതൊക്കെ എന്ത് എന്ന അവസ്ഥ വരെത്തും. സോ ദ ഐഡിയ ഇസ് ടു ഓൾവേസ് കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഡു നോട്ട് ഡു മോർ ദെൻ വാട്ട് ഇസ് റിക്വയർഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ലൈറ്റായിട്ട് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ദെൻ ചില ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഇസ് നോട്ട് മേക്കിംഗ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. നോട്ട്സ് ഉണ്ടാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇഫ് ദർ ഇസ് റിപ്പീറ്റ് വാല്യൂ ആൻഡ് യു ഹാവ് ദ ടൈം ഫോർ റിവിഷൻ. ഞാനൊരു 10 പേജിൻ്റെ നോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് ഞാൻ എക്സാമിന് മുമ്പ് എനിക്ക് എപ്പോഴെങ്കിലും റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവണം. ആൻഡ് ആ നോട്ടുകൾ റിവൈസ് ചെയ്യാൻ ഫ്രണ്ട്ലി ആയിരിക്കണം. വാരി വലിച്ച ഇൻഫോർമേഷൻ എഴുതാണ്ട് ആവശ്യമുള്ള ഇൻഫോർമേഷൻ വളരെ കുറച്ച് വേർഡ്സിലായിരിക്കണം. ദെൻ ഓൺലി വി ക്യാൻ സേ ദറ്റ് ഈസ് ഏബിൾ ടു ബി റിവൈസ്ഡ്. സോ വൺ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ വെദർ യു ഷുഡ് മേക്ക് നോട്ട്സ് ഓർ നോട്ട് ഇസ് ദറ്റ് ക്യാൻ ഐ റിവൈസ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. If you can, then you have to make the notes. That question you have to ask yourself. For example, ഇപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസ്. ഇപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസ് ഞാൻ ചിലപ്പോൾ എല്ലാ ദിവസവും കുറേ കാണുന്നുണ്ടാവും. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമാക്കി ഞാനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എക്സാമിന് 2 ആഴ്ച മുമ്പ് മാത്രം അത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ IPTS'-ൻ്റെ എൻവയൺമെൻറ്റ് എക്കോളജി ടെസ്റ്റിൻ്റെ സമയത്ത് മാത്രം അത് പഠിച്ചാൽ മതി. സോ ആ 2 സമയത്ത് നമ്മളിത് പഠിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ കയറും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഷോർട്ട് നോട്ട്സ്. ഓക്കെ, സോ ഇൻ ദാറ്റ് വേ യു ക്യാൻ എൻഷുർ ദാറ്റ് യു ക്യാൻ എഫക്റ്റീവ്ലി യൂസ് ദ നോട്ട്സ്. സെക്കൻഡ് ആസ്പെക്ട് ഇസ് ദി സോഴ്സ് ഓഫ് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ന്യൂസ് പേപ്പർ കുറച്ച് വായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാഗസീൻസ് അല്ലെങ്കിൽ കമ്പൈലേഷൻസ് ഉണ്ടെന്ന് പറയും അല്ലേ. അപ്പോൾ മാഗസീൻസ് ആൻഡ് കമ്പൈലേഷൻസ് എങ്ങനെയാണ് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാം? സി തിങ് ഇസ് ദാറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യണത്, ഇപ്പോൾ മെയ് എന്ന് പറയുന്ന മാസത്തെ മാഗസീൻ നോക്കുവാണ്. ഓക്കെ, ഈ മെയ് എന്ന മാസത്തിലെ മാഗസീൻ നോക്കുമ്പോൾ ട്രൈ ടു യൂസ് ബേസ് ഇറ്റ് ഓൺ സബ്ജക്റ്റ് വൈസ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിന് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് വരുന്നത് ലാർജ്ലി എക്കോണമി, എൻവയൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്. ഓക്കെ, ഈ ഏരിയാസാണ് ആദ്യം കവർ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ പ്രയോറിറ്റി ആക്കി വയ്ക്കുക. ദെൻ യു ക്യാൻ ഗോ ഫോർ പൊളിറ്റി ആൻഡ് ഗവേണൻസ് ആൻഡ് അതർ സബ്ജക്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ സ്കീംസ്, ഇതെല്ലാം നമ്മുടെ സെക്കൻഡ് ആക്കി വയ്ക്കുക. ദെൻ തേർഡ് റീഡിങ്ങിൽ മിസ്ലേനിയസ് ആർട്ട് ആൻഡ് കൾച്ചർ, ഇതെല്ലാം തേർഡ് റീഡിങ്ങിൽ വയ്ക്കുക. സോ അങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്. ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഐ വുഡ് സജസ്റ്റ്, പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം മെയ് പഠിച്ചു തീർക്കും,
പിന്നെ ജൂൺ പോകും, പിന്നെ ജൂലൈ പോകും. ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും മതിയാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് കൂടുതൽ ഹിറ്റ് റേറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഫസ്റ്റ് റീഡിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ സെക്കൻഡ് റീഡിങ് ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ തേർഡ് റീഡിങ് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഈവൻ നമ്മുടെ ഈ ആദ്യത്തെ രണ്ട് റീഡിങ് കഴിയുമ്പോഴേക്കും നമുക്ക് വി വുഡ് സംടൈംസ് ബി ടയേർഡ്, അവിടെ ഫോക്കസ് പോകും. ഈ ലാസ്റ്റത്തേൽ നമുക്ക് കുറവ് ഫോക്കസ് ആണെങ്കിലും പ്രശ്നമില്ല, ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്താണെങ്കിലും നമ്മൾ കവർ ചെയ്യും. സോ ഫസ്റ്റ് ഗോ ഫോർ ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഫുള്ളി, ദെൻ ഗോ ടു ദ സെക്കൻഡ് ആൻഡ് ദി തേർഡ് പ്രയോറിറ്റി. ഓക്കെ, ഹിയർ ഫസ്റ്റത്തെയും സെക്കൻഡേ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കഴിയും. ഇനി ഹൗ ടു യൂട്ടിലൈസ് IPTS. ഓക്കെ, സി നിങ്ങളുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റിലൊക്കെ പലർക്കും ആക്ച്വലി പല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ബട്ട് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. സി ദ തിങ് ഇസ് ദാറ്റ് ദിസ് ഇസ് എ പ്രോസസ്. സോ ഇനീഷ്യലി you might not be knowing many things, you might not be understanding why these questions are coming and all, but that is okay. So thing what you have to understand is that one, this would get an exam feeling. എങ്ങനെയാണ് റാൻഡംനെസ് എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുക, ആ എക്സാം ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തത് ആൻസർ കീസ്. യു മൈറ്റ് നോട്ട് ബി നോയിങ് ദ ഇൻഫർമേഷൻ, ബട്ട് ദാറ്റ് ഇസ് ഓക്കെ. നിങ്ങൾക്ക് ആൻസർ കീ നിങ്ങൾക്കത് പഠിക്കാമല്ലോ. നമുക്ക് എല്ലാം ബുക്കിൽ നിന്നോ പേപ്പറിൽ നിന്നോ മാഗസീനിൽ നിന്നോ പഠിക്കണമെന്നില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ കണ്ടന്റ് ആക്ച്വലി ക്വസ്റ്റ്യൻസും ആൻസർ കീയും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് തെറ്റിപ്പോയത്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആൻസർ കീന്ന് പഠിക്കുക. ആൻഡ് ത്രൂ ദാറ്റ് IPTS ഇസ് ഓൾസോ എ കണ്ടന്റ് ബിൽഡർ, നോട്ട് ഓൺലി ടെസ്റ്റിംഗ് യുവർ നോളജ് or not only focusing on their exams, but you have to use it also as a content builder. Okay, next, third, how to evaluate your performance. കറണ്ട് അഫയേഴ്സ് സ്പെസിഫിക് ആയിട്ട് ഞാൻ പെർഫോമൻസ് ഇവാലുവേഷനെ കുറിച്ചാണ് പറയുന്നത്. കറണ്ട് അഫയേഴ്സിൽ മാർക്സിനെ കുറിച്ച് ഒരിക്കലും അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യരുത്. ഇനീഷ്യലി നിങ്ങളുടെ മാർക്കുകൾ നിങ്ങളുടെ കാലിബറിനെ ഒരിക്കലും കാണിക്കുന്നില്ല. ബിക്കോസ് current affairs is something that is largely dynamic and flexible. ഓക്കെ, ആർക്കും ഇതിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടെന്ന് പറയാനും പറ്റില്ല, ആരും ഇതിൽ വീക്ക് ആണെന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് വിത്ത് യുവർ മാർക്സ് നിങ്ങളുടെ ഐഡിയ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ തീംസ് ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ആ തീംസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഓരോ എക്സാം കഴിയുമ്പോൾ കുറച്ചും കൂടി കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. കവർ ചെയ്യാത്ത ഭാഗങ്ങൾ ഓരോ എക്സാമിനും കവർ ചെയ്യാൻ നോക്കുക. So initially what you can do is that you can, after writing the test, what you can do is you can divide different questions that are asked into polity, economy, environment, അങ്ങനെ പല പല സബ്ജക്ട്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളിത് ശരിയാക്കിയോ ലീവ് ചെയ്തോ തെറ്റിച്ചോ എന്ന് നിങ്ങളുടെ ഒരു അനാലിസിസ് ഉണ്ടാക്കുക. ഇതെല്ലാം നമ്പർ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതിലാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പൊളിറ്റിയിലാണ് ഒരുപാട് ക്വസ്റ്റ്യൻ വിട്ടത് അല്ലെങ്കിൽ ഒരുപാട് തെറ്റിച്ചെങ്കിൽ ഓക്കെ, പൊളിറ്റി കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനുണ്ട്, അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ഈ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് ആസ്പെക്ട് ഇസ് ദ റിപ്പീറ്റ് വാല്യൂ. കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് നമുക്ക് ആക്ച്വലി കറണ്ട് അഫയേഴ്സിന് ഒരുപാട് റിപ്പീറ്റ് അടിച്ച സെയിം ക്വസ്റ്റ്യൻസ് ആക്ച്വൽ എക്സാമിൽ ഉണ്ടായിട്ടുണ്ട്. So thing is that you have to focus on the process and focus on the answer keys and the different questions that are coming. ഏതൊക്കെ തീംസാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, റെക്കറിങ് ആയിട്ടുള്ള ചില ഏരിയാസ് എപ്പോഴും ഉണ്ട്. ആ ഏരിയാസ് എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് വാല്യൂ ആക്ച്വൽ പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ത്രൂ ദാറ്റ് യു ക്യാൻ ഹിറ്റ് മോർ ഓഫ് ദി ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് ഈസ് വൺ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങളെല്ലാവരും എക്സാംസ് എടുക്കുക, നിങ്ങൾ അതനുസരിച്ചിട്ട് അനലൈസ് ചെയ്യുക, ആൻസർ കീസ് പഠിക്കുക, ആൻഡ് ദെൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെറ്റാക്കാൻ പറ്റും. സോ അഗെയിൻ ദിസ് ഇസ് ദി ബ്രോഷർ ദറ്റ് ഇസ് ദെയർ ഓഫ് IPTS. ആൻഡ് റെഗുലർലി അറ്റൻഡ് ദ സെഷൻസ് ഓൾസോ. സോ നിങ്ങൾക്ക്
ഡിസംബർ മുതൽ ആക്ച്വലി കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഓൾട്ടർനേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് ഏതൊക്കെയാണ് അതെല്ലാം അവിടെ കവറപ്പ് ചെയ്യും. അതുപോലെ തന്നെ റെഗുലർലി കാന ഫോളോ ചെയ്യുക. കാനയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസും നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ടാവും. സോ ദാറ്റ് ഓൾസോ വിൽ എൻഷുർ ദാറ്റ് യു ആർ റെഗുലർലി അപ്ഡേറ്റഡ്. കറണ്ട് അഫയേഴ്സ് സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആവശ്യം അപ്ഡേഷനാണ്. അപ്പോൾ അത് കാരണം മിസ് ചെയ്യരുത്. എക്സാംസ് ആണെങ്കിലും നമ്മുടെ അപ്ഡേഷൻ സെഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് വുഡ് ഹെൽപ്പ് യു ടു ടാക്കിൾ ദിസ് ഏരിയ ആൻഡ് കീപ്പ് ഓൺ ഡൂയിങ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ദാറ്റ് ബ്രിങ്സ് എൻ എൻഡ് ടു ദ സെഷൻ. നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു.